വെയിറ്റ് തമ്മിൽ മാറ്റാം. അലക്സ് ആൻഡ് എറർ വീണ്ടും തള്ളി മറിക്കുന്നു. അതാണ് നമ്മൾ ഇന്നലെ ക്ലബ് ഹൗസിൽ വന്ന ആരോ ഒരു സുഹൃത്താണ് ഈ ടൈറ്റിൽ സജസ്റ്റ് ചെയ്തത്. ടൈറ്റിലല്ല, അങ്ങനെ വാശി കൂടുകയാണ് തോന്നുന്നു. അതെ അതെ, നമ്മളിത് ഇടുന്തോറും അങ്ങനെ ഞങ്ങൾക്ക് വാശി കൂടി വരെയാണ്. കയറുമ്പോൾ വീണ്ടും ഈ കുട്ടികൾ സംസാരിക്കുന്നത് ഇദ്ദേഹം ചത്ത കിടക്കല്ലേ, ഇദ്ദേഹം എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് ഓർത്തിരിക്കുന്നത്, ഈ ഡോക്ടർ പോയി വന്നപ്പം സംസാരിക്കുന്നത് ഓർത്തിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോഴേ ആത്മാവിന് സംസാരം കേൾക്കാമോ, ആത്മാവിനെ കാണാമോ? ദിസ് ഈസ് സംതിങ് പെർപ്ലെക്സിങ് ക്വസ്റ്റ്യൻ. എപ്പോൾ നോക്കിയാൽ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരുടെ അവരുടെ ക്രെഡിബിലിറ്റിയെ നോൺ സ്റ്റോപ്പ് ഇങ്ങനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് എന്താ, അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഇയാളെ പിടിച്ച് കടിച്ചോ? എപ്പോൾ നോക്കിയാലും പാവം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരുടെ തലയിലാണ്. ചായ അതെ. പ്രിയപ്പെട്ട അബാക് മീഡിയക്കാരാണ് നമുക്ക് ഈ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാൻ പെർമിഷൻ തന്നിട്ടില്ല. പക്ഷേ എങ്കിലും നമ്മൾ അവർക്ക് ക്രെഡിറ്റ് കൊടുക്കുകയാണ്. ഇതുപോലത്തെ ഒരു മണ്ടനെ ലോകപ്രശസ്തനാക്കാനായിട്ട് അബാക് മീഡിയ ചെയ്യുന്ന ഈ ഒരു സന്നദ്ധ സേവനത്തിന് എത്ര നമ്മൾ നന്ദി പറഞ്ഞാലും മതി വരില്ല. അപ്പോൾ താങ്ക് യു അബാക് മീഡിയ. സഹയോഗത്തിലോട്ട് പോയിട്ട് തിരിച്ച് വന്ന് കയറുമ്പോൾ വീണ്ടും ഈ കുട്ടികൾ സംസാരിക്കുന്നത് ഇദ്ദേഹം ചത്ത കിടക്കല്ലേ, ഇദ്ദേഹം എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് ഓർത്തിരിക്കുന്നത്, ഈ ഡോക്ടർ പോയി വന്നപ്പം സംസാരിക്കുന്നത് ഓർത്തിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോഴേ ആത്മാവിന് സംസാരം കേൾക്കാമോ, ആത്മാവിനെ കാണാമോ? ദിസ് ഈസ് സംതിങ് പെർപ്ലെക്സിങ് ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്കിളിൻ്റെ ഈ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് മരണസമയത്ത് ഇങ്ങനെ ആത്മാവ് പുറത്തോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണ നടത്തി പറയുന്ന ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുമ്പോൾ ഏതാണ്ട് 1 ഗ്രാം വെയിറ്റ് നഷ്ടപ്പെടുന്നുണ്ട്. അത് വായു പുറത്തു പോകുന്നതാണോ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഈ സാധനം ഉണ്ടല്ലോ, ഈ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഇപ്പം കണ്ടുപിടിക്കാത്ത കുറേ സാധനങ്ങൾ, ഏത് ഈ വായു പുറത്ത് പോകുന്നുണ്ടോ, എയർ പുറത്ത് പോകുന്നുണ്ടോ എന്നുള്ള, എന്താണ് പോകുന്നതെന്നുള്ളത്, ഇതൊന്നും നമുക്കൊന്ന് തപ്പണ്ടേ? ഇതൊന്നും അന്വേഷിക്കണ്ടേ? What do you think? ഒരാള് മരിക്കുമ്പോൾ 1 ഗ്രാം വെയിറ്റ് കുറയുന്നു എന്നുള്ളതല്ലേ ഇതില്? നമുക്ക് ഗ്രോക്കിനോട് ചോദിച്ചാലോ? ഗ്രോക്ക് ഇയാൾ പറഞ്ഞു തന്നെ നമുക്ക് ചോദിക്കാം. When people die, does the body lose some grams of weight? 21 ഗ്രാം എക്സ്പെരിമെൻ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഈ 21 ഗ്രാം എക്സ്പെരിമെൻറ്റ് എത്രത്തോളം ശരിയാണ് എന്ന് നമ്മൾ തപ്പണ്ടേ? തപ്പണ്ടേ? The idea that the human body loses a small amount of weight at the moment of death is often linked to the 21 grams experiment conducted by Dr. Duncan McDougall. ഏത് വർഷമാണ്? in 1907. ഇതാണ് ഈ അലക്സാണ്ടർ ജേക്കബിൻ്റെ അറിവ് മൊത്തം കാലഹരണപ്പെട്ടു പോയ, പുറന്തള്ളപ്പെട്ട, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, എന്നുവെച്ചാൽ ആരും ഗവനിക്കാത്ത കുറേ പഴയ മൂഞ്ചി പണ്ടാരം അടങ്ങിയ സയൻസാണ്. ഇതിനെ സയൻസ് എന്ന് പോലും പറയാൻ പറ്റില്ല. ഇതൊരു എക്സ്പെരിമെൻ്റാണ്. ഹി മെഷർഡ് ദ വെയ്റ്റ് ഓഫ് 6 ഡൈയിങ് പേഷ്യൻസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡെത്ത്. അത് മരിക്കുന്നതിന് തൊട്ട് മുമ്പും പിൻപും 6 പേഷ്യൻസിൻ്റെ സാമ്പിൾ സൈസും കൂടി ഒന്ന് ആലോചിക്കണം. 6 പേഷ്യൻസിൻ്റെ ശരീരം പരിശോധിച്ചപ്പോൾ 21 ഗ്രാം, നോട്ട് 22, നോട്ട് 20, ബട്ട് 21 grams, which he speculated might be the weight of the soul. ആത്മാവിൻ്റെ ഭാരം 21 ഗ്രാം ആണെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. 1907 ഈ ഇതുണ്ടോ, ഡിജിറ്റൽ വെയിറ്റിംഗ് മെഷീൻ ഒക്കെ ഉണ്ടായിരുന്നോ? അല്ല, നമുക്ക് അതിന് ആക്യുറസി വിടാം. അയാൾ 21 ഗ്രാം ആണെന്ന് പറഞ്ഞു, നമ്മളത് മുഖവിലയ്ക്ക് എടുക്കുന്നു. അയാളുടെ എക്സ്പെരിമെൻറ്റിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. However, his experiment had significant flaws. എന്താണ് ആ ഫ്ലോസ്? ഞാൻ നേരത്തെ പറഞ്ഞ സ്മോൾ സാമ്പിൾ സൈസ്, വളരെ ചുരുങ്ങിയ ഒരു സാമ്പിൾ സൈസ്. ചെറിയ 6 പേരെ വെച്ചിട്ടൊരു പരീക്ഷണം എന്ന് പറയുന്നത് പറ്റില്ല. നമ്മളിപ്പം ലക്ഷക്കണക്കിന് ആൾക്കാരിലാണ് മെഡിസിൻസിൻ്റെ ക്ലിനിക്കൽ ട്രയൽസ് നടത്തുന്നത്. ഇൻകൺസിസ്റ്റൻറ്റ് മെഷർമെൻറ്റ്സ്, ഈ മെഷർമെൻറ്റ്സ് കൺസിസ്റ്റൻ്റ് ആയിരുന്നു. ആൻഡ് ലാക്ക് ഓഫ് കൺട്രോൾ
for factors like air in the lungs and bodily fluids. ഇതൊരു മോഡേൺ സയൻസ് ഫൈൻസ് നോ കൺസിസ്റ്റൻ്റ്. ആധുനിക ശാസ്ത്രം യാതൊരുവിധ കൺസിസ്റ്റൻസിയും, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം നടത്തണമെന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി റിപ്പീറ്റബിൾ. Consistent evidence that the body loses a specific amount of weight at death due to the departing of soul. ആത്മാവ് ഇൻ കോട്ട്സ്, ആത്മാവ് ശരീരം വിടുന്നതിൽ എന്തെങ്കിലും വെയിറ്റ് നഷ്ടപ്പെടുന്നതായിട്ട് ഇന്നേ വരെ ഒരു തെളിവും നമുക്ക് കിട്ടിയിട്ടില്ല. വെയിറ്റ് ചേഞ്ചസ് പോസ്റ്റ് ഡെത്ത് ക്യാൻ ഒക്കർ ഡ്യൂ ടു നാച്ചുറൽ പ്രോസസ്സീസ്. സ്വാഭാവികമായിട്ട് ശാരീരികമായ ചില പ്രക്രിയകളുടെ ഭാഗമായിട്ട് ഭാരം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ലൈക്ക് ദ റിലീസ് ഓഫ് എയർ ഫ്രം ദ ലങ്സ്. നമ്മുടെ ലങ്സിൽ നിന്നും എയർ കുറയുന്നത് കൊണ്ട്, എയറിന് വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് വിമാനത്തിൽ എയർ കംപ്രഷൻ കുറച്ചിട്ടാണ് വിമാനം ഈ 30,000 അടി 20,000 25,000 അടിയിലൊക്കെ പറക്കുന്നത്. ബിക്കോസ് യു ആർ ക്യാരിങ് മോർ എയർ, മോർ വെയിറ്റ്. ബോൾ ഇൻഫ്ലേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഭാരവും ഒരു ഫുട്ബോൾ ഇൻഫ്ലേറ്റ് ചെയ്തതിന് മുൻപുള്ള ഭാരവും നിങ്ങളൊരു വെയിങ് മെഷീൻ എടുത്ത് വെച്ച് അളന്നാൽ നിങ്ങൾക്കറിയാൻ കഴിയും എത്ര ഗ്രാംസ് ഓഫ് എയർ ഇസ് ഇൻ ദി ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, വോളിബോൾ. ഇതെല്ലാം നിങ്ങൾക്ക് അളന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളിൽ ലങ്സ് ഉണ്ട്, നമ്മുടെ വയറ്റിൽ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മരണശേഷം അത് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ like the release of air from lungs, loss of muscle tension or evaporation of moisture, but these are typically small variables and not instantaneous. അത് പെട്ടെന്ന് നടക്കുന്നതല്ല, കുറച്ച് സമയത്തിന് ശേഷം നടക്കുന്നതാണ്. No rigorous replicated studies confirm a measurable weight loss tied to death itself. മരണത്തിന് ശേഷം വെയിറ്റ് കുറയുന്നതായിട്ട് യാതൊരുവിധ ഇതുപോലുള്ള പരീക്ഷണങ്ങളല്ലാതെ ഒന്നും നമുക്ക് ഇതുവരെ തെളിഞ്ഞ് കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് മുൻപ് സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ള ക്ലോസ്ഡ് സിസ്റ്റം ടെറേറിയംസ്, സീൽഡ് ടെറേറിയംസിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ മരണം സംഭവിക്കുന്നു, ജനനമുണ്ടാകുന്നു, മരണമുണ്ടാകുന്നു. പല ഇൻസെക്റ്റുകളും ചത്തിട്ട് അത് തിരിച്ച് വീണ്ടും അതിൻ്റെ മുട്ടയിൽ നിന്നും വേറെ മുട്ടകളിൽ നിന്നും അത് വിരിയുന്നു, ഭക്ഷിക്കുന്നു. അവിടെ ഓക്സിജൻ, നൈട്രജൻ കാർബൺ സൈക്കിൾ, ഇതെല്ലാം ആ സീൽഡ് അക്വേറിയത്തിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണത് സസ്റ്റെയിൻ ചെയ്യുന്നത്? ഇറ്റ്സ് എ സസ്റ്റൈനബിൾ ക്ലോസ് സിസ്റ്റം. നമ്മുടെ ഭൂമി പോലത്തെ ഒരു സസ്റ്റൈനബിൾ ക്ലോസ് സിസ്റ്റമാണ്. ഭൂമിയും ഒരു ക്ലോസ് സിസ്റ്റമാണ്. അതേസമയം പുറമേ നിന്നുള്ള ആകെ കിട്ടുന്നത് ഊർജം മാത്രമാണ്, സൗര ഊർജം. അതിൽ പുറമേയിൽ നിന്നും അതിന് ലഭിക്കുന്നു. അതനുസരിച്ച് ആ എനർജി യൂസ് ചെയ്ത് മാറ്ററിനെ അത് റീകമ്പൈൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് പല ഗ്യാസുകളായിട്ടും പല മെറ്റീരിയൽസായിട്ടും കൺവേർട്ട് ചെയ്തിട്ട് അവിടെ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഞാനത് നേരത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചതാണ്. അതായത് ഏകദേശം 5 വർഷത്തോളം എനിക്ക് തോന്നുന്നു ലോങ്ങസ്റ്റ് സർവൈവിങ് ഞാൻ അവിടുന്ന് വരുന്നത് വരെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാനത് ദാനം ചെയ്യുകയാണ് ചെയ്തത്. ക്ലോസ്ഡ് സിസ്റ്റം, ഇക്കോ സിസ്റ്റം സീൽ ചെയ്ത, എനിക്ക് തോന്നുന്നു 1 2 3 4 5 6 എണ്ണം ഉണ്ടായിരുന്നു എൻ്റെ കളക്ഷനിൽ. 6 ക്ലോസ്ഡ് ടെറേറിയംസ്, ചെറുതും വലുതായിട്ട്. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ സൈസിലുള്ളതും ഏറ്റവും വലുത് ഏകദേശം ഒരു 70 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു ഗ്ലാസ് സിലിണ്ടറായിരുന്നു. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളുടെ കൊച്ചു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് ആത്മാവ് ഇതുപോലുള്ള സാധനങ്ങളൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാനും കൂടിയാണ് അത് നമ്മൾ ചെയ്യുന്നത്. എവറിത്തിങ് ഈസ് എ ക്ലോസ് സിസ്റ്റം. ലൈഫ് ക്യാൻ സസ്റ്റെയിൻ ഇറ്റ് സെൽഫ്. അതിനാവശ്യമുള്ള പദാർത്ഥങ്ങൾ അവിടെ ലഭ്യമാണെന്നുണ്ടെങ്കിൽ അത് സെൽഫ് സസ്റ്റെയിൻ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ക്ലോസ്ഡ് ടെറേറിയംസ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാമെന്നുള്ളതാണ് വാട്ട് ആർ ക്ലോസ്ഡ് ടെറേറിയംസ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കിരൺ കണ്ണനാണ് ഈ ക്ലോസ്ഡ് ടെറേറിയംസിനെ എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. അയാളുടെ വീട് മൊത്തം ക്ലോസ്ഡ് ടെറേറിയംസാണ്. പല പത്രങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ ന്യൂസ് ചാനൽസിലൊക്കെ കിരൺ കണ്ണനെക്കുറിച്ച് ഡോക്യുമെൻ്ററീസ് വരെ വന്നിട്ടുണ്ട്. സോ ദാറ്റ് പ്രൂവ്സ് സംതിങ്. അതിൻ്റെ ഭംഗി മാറ്റി വെച്ചാലും അതിൻ്റെ സയൻസ് നമ്മൾ പഠിക്കണം. ആ സയൻസ് പഠിക്കുമ്പോഴാണ് ഈ എക്സ്പെരിമെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അതൊരു ജീവി മരണപ്പെട്ടാൽ അതിൽ നിന്ന് ആത്മാവ് എങ്ങോട്ടും പോകുന്നില്ല. ആത്മാവെന്ന് പറഞ്ഞൊരു സംഭവമില്ല, ആത്മാവില്ല. അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നത്
മെറ്റബോളിസമാണ്. ആ മെറ്റബോളിക് പ്രോസസ്സ് നിലയ്ക്കുമ്പോൾ മരണം സംഭവിക്കുന്നു. ഇത്ര സിമ്പിളാണ് ജീവൻ എന്ന് പറയുന്നത്. അത്ര കോംപ്ലക്സ് ഒന്നും അല്ല. അതിനെ കോംപ്ലക്സ് ആക്കുകയാണ്. അജ്ഞത കൊണ്ട് മൂടി അതിനൊരു കവചം ഉണ്ടാക്കി അതിനെ നമ്മൾ ഇങ്ങനെ ശ്രേഷ്ഠവൽക്കരിച്ച് അറിവില്ലാത്തതിൻ്റെ ഒരു അറിവില്ലായ്മയുടെ ഒരു ഭണ്ഡാരമാണ് നമ്മളിപ്പോൾ നേരത്തെ കേട്ടത്. അതായത് 1907 നടന്ന ഒരു പരീക്ഷണത്തിനെ ആസ്പദമാക്കി 2025 ജൂലൈ 25 ഇന്നലെ ഇരുന്ന് പറയുന്ന ഈ ശുദ്ധ മണ്ടത്തരം നമുക്ക് കുറച്ചും കൂടി കേട്ട് നോക്കാം. അപ്പോൾ അമേരിക്കയിൽ ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടി പറഞ്ഞു പഞ്ചല്ലാമയുടെ പുനർജന്മമാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയുടെ കാലിൻ്റെ അടിയിൽ ഒരു താമരയുടെ പടവും ശരീരത്തിൽ ഈ ദലൈലാമയും മറ്റവരൊക്കെ ഈ സന്യാസിയാകുമ്പോൾ ഒരു ശരീരത്തിലൊരു മാർക്ക്, ആ മാർക്കുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ അപ്പനൊരു ഡോക്ടറാണ്, അമ്മയും ഡോക്ടറാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ ഞാൻ ടിബറ്റിൽ ജനിച്ചാണ്, പഞ്ചല്ലാമാണ്, കുന്താണ്, കുറച്ചക്കളാന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ദലൈലാമ അമേരിക്കയിൽ ചെന്നു 1969 70 58 ദലൈലാമ ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുന്നത്. അത് കഴിഞ്ഞ് 11 കൊല്ലം കഴിഞ്ഞ് ദലൈലാമ അമേരിക്കയിൽ ചെന്നു. അമേരിക്കയിൽ ചെന്നപ്പോൾ ഇവർ പറഞ്ഞു, പൊണ്ണ് ദലൈലാമ, അങ്ങയുടെ പഞ്ചല്ലാമ ആണെന്ന് പറഞ്ഞിട്ടൊരു എൻ്റെ മകൻ ഇങ്ങനെ പറയുകയാണ്, എന്താ ചെയ്യുക എന്നത്. അപ്പോൾ ഇവർ ഈ കുട്ടിയെ കൊണ്ടുവന്നു ദലൈലാമ അടുത്ത്. ദലൈലാമ, യു കെയിം ടു മൈ പഗോഡ ഇൻ 1957. അന്ന് ഞാനൊരു പ്രസംഗം ചെയ്തിട്ടില്ലേ അങ്ങയുടെ സാന്നിധ്യത്തിൽ? ഞാനെന്ന് പറഞ്ഞ് അങ്ങേക്ക് ഓർമ്മയില്ലേ? അങ്ങോട്ട് ഞാൻ 2 ചോദ്യം ചോദിച്ചില്ലേ അന്ന് എന്നാ പറഞ്ഞു. ദലൈലാമ ഇപ്പം ജീവിച്ചിരിക്കുന്ന ദലൈലാമ അങ്ങ് ഫാസിനേറ്റ് ആയിപ്പോയി. കാരണം റിയലി 1958 പുള്ളി പാലായനം ചെയ്യുന്നതിന് 1 കൊല്ലം മുമ്പ് ഈ പഞ്ചല്ലാമ താമസ സ്ഥലത്തില്ലുകയും അവിടെ ഇവർ രണ്ടുപേരും പ്രസംഗിക്കുകയും പഞ്ചല്ലാമ ചെയ്ത പ്രസംഗമാണ് ഈ കുട്ടി പറയുന്നത്. ഡീബങ്ക് ചെയ്യാം. മിനസോട്ടയിൽ 1900 ഇന്ന് എല്ലാം ഉണ്ട് മോനെ, ഒന്നും അങ്ങനെ പോവില്ല. എക്സിൽ 2024 നവംബറിൽ ഒരു മെൻഷൻ ഉണ്ടായിരുന്നു. എ ടിബറ്റൻ ടീനേജർ ഇൻ മിനസോട്ട USA being claimed as a reincarnated Lama by some of the Dalai Lama supporters. Despite the teenager's apparent lack of knowledge about Buddhism and interest in football and rap, however, this claim is unverified. ഇതൊരു അൺവെരിഫൈഡ് ആയിട്ടുള്ളൊരു ക്ലെയിമാണ്. It appears to be an unsubstantiated rumor. വെറും കെട്ടുകഥ മാത്രമാണ് എന്നാണ് പറയുന്നത്. വെറും സറ്റാരിക്കലായിട്ട്, അതായത് ട്രോളായിട്ട് ആരെങ്കിലും ഇറക്കിയതായിരിക്കാം. ഇതുപോലത്തെ ചവറുകളെല്ലാം ആൾക്കാർ വാട്സാപ്പിൽ കൂടി ഫോർവേഡ് ചെയ്തിട്ട് അത് എടുത്ത് വെച്ച് വിഴുങ്ങി അതിനെ ക്രെഡിബിളാക്കി അതിനെ അവതരിപ്പിക്കുക. ഇന്ന് നമുക്കിതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ആവശ്യം പോലെ റിസോഴ്സസ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ പൊട്ടൻ ഈ പറയുന്നത്, ഈ കള്ളൻ, ഈ ഷാളറ്റൻ, ഈ കപട എന്ത് പറയണമെന്നറിയില്ല. ഇയാളെ മാനസിക രോഗി എന്നൊക്കെയാണ് ചില യുക്തിവാദികൾ പറയുന്നത്. എനിക്ക് ഇയാളൊരു ടിപ്പിക്കൽ ഷാളറ്റൻ ആയിട്ടാണ് എനിക്ക് ഒരു ടിപ്പിക്കൽ അമ്മാവൻ. അല്ലാതെ ഇയാൾക്ക് മാനസിക രോഗമുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും കൺസിസ്റ്റൻ്റായിട്ട് ബുൾഷിറ്റ് പറയുന്ന ആരെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ടിപ്പിക്കൽ വാട്സാപ്പ് അമ്മാവൻ ആണ് ഇങ്ങനെ. ഇയാളെ ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, നമുക്ക് കുറച്ചും കൂടി ബാക്കിലോട്ട് പോകണം. ഇവൻ്റെ ഇരിപ്പ് നോക്കിയാണ്. ആഹാ, എന്താ ഇരിപ്പ്. അപ്പോൾ എന്നുവരെ ഈ കുട്ടി ഇങ്ങനെ പറയും എന്ന് ചോദിച്ചു. ഇതെല്ലാം പറഞ്ഞു, അവൻ സന്യാസിയാണെങ്കിൽ ഈ മെമ്മറി പോവില്ല. പക്ഷെ അവൻ കല്യാണം കഴിച്ചാൽ, ലൈംഗിക വീഴ്ച കഴിയുമ്പോൾ ഈ മെമ്മറി പോകുന്നു. അപ്പോൾ ഈ കുട്ടി ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു അമേരിക്കയിലെ പെണ്ണോട്ട് പ്രേമത്തിലായി. അപ്പോൾ സെക്സ് അങ്ങനെ 21 വയസ്സിൽ. ഇത് കൊള്ളാം. അപ്പോൾ സെക്സ് ആൻഡ് റീഇൻകാർണേഷൻ മെമ്മറി ഈസ് ഡയറക്ട്ലി കോറിലേറ്റഡ്. അതെ, അതായത് പുനർജനിച്ച ഒരു കുട്ടി അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ പുനർജന്മം പോവും. അപ്പോൾ ആ കണക്ഷൻ ബ്രേക്ക് ആവും. അപ്പോൾ ഈ പുനർജന്മത്തിൻ്റെ കണക്ഷൻ ഇരിക്കുന്നത് കാലിനിടയിലാണ്. ഈ കുട്ടി കല്യാണം കഴിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കാലിനടിയിലെ താമരയും അപ്പത്തെ കാലിനടിയിലാണ്, കാലിനിടയിലെ പഞ്ചല്ലാമയുടെ ശരീരത്തിൽ വരയ്ക്കുന്ന ആ
സന്യാസിയാവാൻ വരയ്ക്കുന്ന ആ മാർക്കുണ്ടായിരുന്നു, ആ മാർക്ക് അപ്രത്യക്ഷമായി. ദെൻ ഹി കംപ്ലീറ്റ്ലി ഫോർഗോട്ട് ഓൾ ദ പ്രീവിയസ് ഹിസ്റ്ററി. പൂർവ്വജന്മത്തിലെ മുഴുവൻ സംഭവം ഈ ലൈംഗിക വീഴ്ച കഴിഞ്ഞതോടുകൂടി ദലൈലാമ പറഞ്ഞ പോലെ അപ്രത്യക്ഷമായി. അപ്പോൾ ഇതൊരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന അല്ല, ഇത് മാസ്റ്റർബൈറ്റ് ചെയ്ത പ്രശ്നമില്ലേ? മാസ്റ്റർബൈറ്റ് ചെയ്ത് അത് ലൈംഗിക വീഴ്ചയായിട്ട് ഞങ്ങൾ കൂട്ടുന്നില്ല. അത് യോനിയിൽ ലിംഗം പ്രവേശിച്ചാൽ മാത്രമേ ലൈംഗിക വീഴ്ചയായിട്ട് ഞങ്ങൾ കൂട്ടൂ. ഈ ശീഘ്രസ്ഖലനം, അതുപോലെ വേറൊരു സംഭവം ഉണ്ടല്ലോ, സ്വപ്നസ്ഖലനം. ശീഘ്രസ്ഖലനം അല്ലല്ലോ, സ്വപ്നസ്ഖലനം. ഇതൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. യോനി വേണം. ഇൻ ദ യോനി കറക്റ്റ്. സംഭവം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ട്? അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ? No book explicitly mention a child in the United States being claimed as a reincarnation of the Dalai Lama's book Voice of the Voiceless. അതായിരിക്കും പുള്ളി പറയുന്നത്. നെറ്റിലടിച്ച് നോക്കിയാൽ കിട്ടും അത്. അപ്പോൾ ഇത് നെറ്റിലാടാ ഒപ്പ അടിച്ച് നോക്കിയത്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദലൈലാമ സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഇൻസിഡൻ്റാണ്. അപ്പോൾ പൂർവ്വജന്മം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ദലൈലാമയ്ക്ക് അടിച്ചു കൊടുത്ത് ഇവൻ്റെ പേരിൽ കേസ് എടുപ്പിക്കണം. ഉണ്ട്. അല്ല, അത് ആ സംഭവത്തിൽ നിന്ന് ആ കുട്ടിക്ക് പൂർവ്വജന്മം ഉണ്ടായി നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും വിശ്വസിച്ചേ പറ്റുള്ളൂ. അപ്പോൾ തൊണ്ടയ്ക്ക് എപ്പോഴും വേദനയാണ് എന്ന് പറയും. അപ്പോൾ കുട്ടി 8ാം ക്ലാസ്സിൽ കണ്ട് പഠിക്കുകയാണ്. കുട്ടിയെ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞ് കുട്ടിക്ക് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ ചോദിച്ചു, എങ്ങനെയാണ് സംഭവിച്ചേ? അത് ഞാൻ വിയറ്റ്നാമിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു വെടിയുണ്ട എൻ്റെ ഇവിടെ കയറി, അത് കൊണ്ടുപോയി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചത്തുപോയി. അവിടുന്ന് ഞാൻ എൻ്റെ ഈ ശരീരത്തിൽ ഒന്ന് കയറിയതാണ്. അപ്പോൾ അന്നത്തെ ആ വെടിയുടെ പാളാണെന്ന് വെച്ചു. അപ്പോൾ സിലോണിലെ ഡോക്ടർമാർ ഈ വിവരം ശരിയാണെന്ന് അറിയാൻ വേണ്ടി വിയറ്റ്നാമിലെ വാർ റെക്കോർഡ്സ് എടുത്തു. വാർ റെക്കോർഡ്സ് എടുക്കുമ്പോഴാണ് ചിക്കാഗോക്കാരനായ ഒരു പട്ടാളക്കാരൻ വിയറ്റ്നാമിൽ ഈ സ്ഥലത്ത് വന്നിട്ട് അവിടെ വെച്ച് വീർക്കോങ്ങിൽ വെടിവെച്ചപ്പോൾ ഇവന് തൊണ്ടയ്ക്ക് വെടി കിട്ടി, ഇവൻ ആശുപത്രിയിൽ വിളിച്ച് മരിച്ചുപോയി. അപ്പോൾ ആ സംഭവം റിയലാണെന്ന് മനസ്സിലായി. ആ ആൾ മരിച്ചിട്ട് 8 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ കുട്ടി ജനിച്ചിരിക്കുന്നത്. നെറ്റിലടിച്ച് നോക്കിയാൽ കിട്ടും അത്. അപ്പോൾ ഇത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദലൈലാമ സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഇൻസിഡൻ്റാണ്. അപ്പോൾ പൂർവ്വജന്മം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഉണ്ട്. അല്ല, അത് ആ സംഭവത്തിൽ നിന്ന് ആ കുട്ടിക്ക് പൂർവ്വജന്മം ഉണ്ടായി നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. അല്ല, ഇവൻ ചോദിച്ചത് എന്തോ പറയാനാണ്. മറ്റവൻ ഒരു പൊട്ടനായതുകൊണ്ട് അവൻ ഉത്തരം പറഞ്ഞു. മനസ്സിലായ? ആ സ്റ്റോറി ഞാൻ പൊക്കി എടുത്തോണ്ട് വരികയാണ് എനിക്ക് ആണ് എന്ന് പറയും. അപ്പോൾ കുട്ടി 8ാം ക്ലാസ്സിൽ കണ്ട് പഠിക്കുകയാണ്. കുട്ടിയെ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞ് കുട്ടിക്ക് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ ചോദിച്ചു, എങ്ങനെയാണ് സംഭവിച്ചേ? അത് ഞാൻ വിയറ്റ്നാമിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു വെടിയുണ്ട എൻ്റെ ഇവിടെ കയറി, അത് കൊണ്ടുപോയി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചത്തുപോയി. അവിടുന്ന് ഞാൻ എൻ്റെ ഈ ശരീരത്തിൽ ഒന്ന് കയറിയതാണ്. അപ്പോൾ അന്നത്തെ ആ വെടിയുടെ പാളാണെന്ന് വെച്ചു. അപ്പോൾ സിലോണിലെ ഡോക്ടർമാർ ഈ വിവരം ശരിയാണെന്ന് അറിയാൻ വേണ്ടി വിയറ്റ്നാമിലെ വാർ റെക്കോർഡ്സ് എടുത്തു. വാർ റെക്കോർഡ്സ് എടുക്കുമ്പോഴാണ് ചിക്കാഗോക്കാരനായ ഒരു പട്ടാളക്കാരൻ വിയറ്റ്നാമിൽ ഈ സ്ഥലത്ത് വന്നിട്ട് അവിടെ വെച്ച് വീർക്കോങ്ങിൽ വെടിവെച്ചപ്പോൾ ഇവന് തൊണ്ടയ്ക്ക് വെടി കിട്ടി, ഇവൻ ആശുപത്രിയിൽ വിളിച്ച് എന്തൊക്കെ ചെയ്യണം നമ്മൾ ഇവനെ ഡീബങ്ക് ചെയ്യാൻ. അമേരിക്കൻ സോൾജർ ആണല്ലേ, വിയറ്റ്നാം സോൾജർ അല്ല. ചിക്കാഗോയില്. അതെ, ഷിക്കാഗോയിലാണ്. ഡോക്ടർ ഇയൻ സ്റ്റീവൻസൺ റിസർച്ച് ചെയ്ത് ഈ കേസ് അന്വേഷിച്ചതാണ്. The story of an 8th grade child from Sri Lanka claiming to be the reincarnated soul of a US soldier from Chicago who died of a bullet wound to the neck during the Vietnam War is a fascinating case often tied to reincarnation research. Particularly studies conducted by figures like Dr. Ian Stevenson, while no single definitive case perfectly matches all the details you provided. ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് 8th grader, അത് ഇയാൾ പറഞ്ഞതിൽ തെറ്റായിരിക്കാം. ഈ നെക്ക് വൂണ്ട്,
The closest documented case shares similar elements and often insight into the broader phenomenon of reincarnation claims. Here is an analysis of the truth behind this such a story. Reincarnation beliefs are deeply rooted in Sri Lanka. ഒരുപാട് കഥകൾ അവിടെ ഇതുപോലത്തെ വന്നിട്ടുണ്ട്. നമ്മുടെ എബ്രഹാം ടി കോവൂർ പണ്ട് ഈ ഒരു കാര്യം പുള്ളി വളരെ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഡീബങ്ക് ചെയ്തതാണ് അദ്ദേഹം അങ്ങനെയാണ് അയാളൊരു സ്കെപ്റ്റിക് ആകുന്നതും. അയാളൊരു സൈക്കിയാട്രിസ്റ്റ് ആയിരുന്നു. ഈ ബിക്കെയിം എ സ്കെപ്റ്റിക്. നിങ്ങൾക്കറിയാം എ ടി കോവൂർ, പുള്ളിയുടെ പുസ്തകത്തിൻ്റെ പേര് ഇതാണ്. ഡോക്ടർ എബ്രഹാം ടി കോവൂറിൻ്റെ പുസ്തകം ഗോഡ് മെൻ ബിഗോൺ, പിന്നെ അതുപോലെ ഗോഡ്സ് ഡീമൺസ് ആൻഡ് സ്പിരിറ്റ്സ്. അതിവിടെ എവിടെ ഉണ്ട് ആ പുസ്തകം? ഇരിക്കുന്നത്. ഐ സ്റ്റിൽ ഹാവ് ഇറ്റ് ഇൻ മൈ ഷെൽഫ്. ഗ്രേറ്റ്. ഞാനത് എടുത്തുകൊണ്ട് വരാം. വെയിറ്റ്. There. This is the book. Gods, Demons and Spirits. ഈ പുസ്തകത്തിൽ തന്നെ എബ്രഹാം കോവൂർ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പോയിന്റുകളും ഈ പറഞ്ഞ ഈ റീഇൻകാർണേഷൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ലെസ്ലിക്കൊക്കെ അറിയാം എബ്രഹാം കോവൂർ. എബ്രഹാം തോമസ് കോവൂറിന്റെ എല്ലാ പുസ്തകങ്ങളും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഹാലുസിനേഷൻ, ഗ്ലോസലാലിയ, ട്രാൻസ്ഡെൻറ്റൽ മെഡിറ്റേഷൻ, എന്തെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ സൈക്കോകൈനസിസ്, ഭൂസമാധി, മിസ്റ്റിക് ആൻഡ് ഗുരൂസ്, പോപ്പുലേഷൻ, പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പുള്ളി. നേവൽ. സോ ദിസ് ബുക്ക് വാസ് സെമിനൽ ഇൻ മൈ എൻ്റെ ഈ ഒരു നിരീശ്വരവാദ യുക്തിചിന്ത പാതയിൽ ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ടൊരു പുസ്തകമായിരുന്നു. 1978 ഇദ്ദേഹം മരിക്കുന്നത്. കൊളംബോയിൽ ബേസ് ചെയ്ത ആളാണ് പുള്ളി. ഹി വാസ് ഇതുപോലത്തെ ഒരുപാട് കേസുകൾ അദ്ദേഹം ജീവിതത്തിൽ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റിസർച്ച് ഉള്ളതാണ്. അപ്പോൾ ഈ കേസസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ദീസ് കേസസ് ടിപ്പിക്കലി ഇൻവോൾവ് യങ് ചിൽഡ്രൻ, ഓഫൺ younger than 8th grade, around 3 to 6 years old, recalling specific details about past life, which fade as they age. The claim of the US soldier's soul incarnation in Sri Lanka aligns with cross-cultural reincarnation cases, which individuals recall, where individuals recall lives from vastly different regions or cultures. വ്യത്യസ്തമായ കൾച്ചറും ഭാഷയും സംസ്കാരത്തിൽ നിന്നും ഇങ്ങനെ വരുന്ന കേസുകളെല്ലാം ഒരുപാട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. No specific case in the provided reference or well-known reincarnation literature exactly matches an 8th grader. കാരണം അത്രമാത്രം കേസുകളുണ്ട്. ശ്രീലങ്കൻ ചൈൽഡ് ക്ലെയിമിംഗ് ടു ബി എ US soldier from Chicago who died of a bullet wound to the neck. അങ്ങനെ ഒരു കഥയും വന്നിട്ടില്ല. ശ്രീലങ്കയിൽ ആവശ്യം പോലെ ഗുണ്ട് കഥകൾ ഉണ്ടായിട്ടും ഇവൻ പറഞ്ഞ ഗുണ്ട് ഒന്നുമായിട്ടും മാച്ച് ചെയ്യുന്നില്ല. However, a related case from the web results, the story of Grant, a 5-year-old Midwestern boy, not Sri Lankan, offers a useful parallel. Grant claimed to recall a past life as a Vietnam War soldier named Slavin, who died at the age of 21 in 1969. His mother tested his claim by showing him photos, and Grant correctly identified images related to Slavin's life, including his high school and childhood home. Investigators found a Vietnam memorial record for a 21-year-old. ഇതെല്ലാം നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അമ്മയാണ് കാണിച്ചു കൊടുത്തത്, കുട്ടിക്ക് കാണിച്ചു കൊടുത്തതെന്ന് പറയുന്നത്. ഈ തള്ളമാർ ഒരുപാട് ഇതിൽ പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടിയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയും ഒക്കെ ഒരുപാട് തരികട കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിൽ ഒന്നാവാനേ ഇതിൽ സാധ്യതയുള്ളൂ. ഇതുപോലുള്ള പല കേസുകളും അൾട്ടിമേറ്റ്ലി തിരിഞ്ഞു വരുന്നത് ഇത് ഫ്രോഡ്സ്റ്റേഴ്സ് ചെയ്യുന്നതാണ്. എന്നാൽ വേറെ ഒരു ഇൻഡിപെൻഡൻ്റ് അസസ്മെൻറ്റിൽ ഈ കുട്ടിയെടുത്ത് വേറെ ഈ തള്ളയ്ക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ മറ്റുള്ള ഈ മരണപ്പെട്ട വ്യക്തിയുമായിട്ട് വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഇൻസിഡൻറ്റുകൾ ഈ കുട്ടിയെടുത്ത് ചോദിച്ചാൽ ഒരു ഇതും ഉണ്ടാവില്ല. ഇത് ഒരുപാട് യുക്തിവാദി സംഘടനകളും സ്കെപ്റ്റിക്സ് സംഘടനകൾ, ജെയിംസ് റാൻഡി ഫൗണ്ടേഷൻ, ഇവരെല്ലാവരും തന്നെ ഇതൊക്കെ പലതവണ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തള്ളിക്കളഞ്ഞ കേസുകളാണ്. സോ ഇതെല്ലാം പല പുസ്തകങ്ങളിലായിട്ട് ബിലീവ് ഇറ്റ് ഓർ നോട്ട് പോലത്തെ ഇതുപോലുള്ള ഈ ആൾക്കാരെ ത്രസിപ്പിക്കാൻ വേണ്ടി ഇറക്കുന്ന കുറേ കഥകളിൽ വരുന്ന സാധനങ്ങളാണ് ഇയാൾ വായിക്കുന്നത്, ഈ അലക്സാണ്ടർ ജേക്കബിൻ്റെ സ്റ്റഡി ഡയറ്റ് എന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ വരുന്ന ഇതുപോലത്തെ സാധനങ്ങളാണ്. ദിസ് ഇസ് നോർമൽ, റൈറ്റ്? നമ്മളിപ്പം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള
വിഷയങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് ഒരാഴ്ചയായിട്ട് എൻ്റെ ഫീഡുകളിൽ അലക്സാണ്ടർ ജേക്കബിൻ്റെ 100 കണക്കിന് ഇതുപോലത്തെ ക്ലിപ്പുകളും വീഡിയോസുമാണ് വരുന്നത്. ഇപ്പം ഞാൻ അലക്സാണ്ടർ ജേക്കബ് ആരാധകനായിട്ടാണ് യൂട്യൂബിൻ്റെ ആൽഗരിതം മനസ്സിലാക്കുന്നത്. ഐ എം എ ഫാൻ. മരിച്ചുപോയി. അപ്പോൾ ആ സംഭവം റിയൽ ആണെന്ന് മനസ്സിലായി. ആ ആള് മരിച്ചിട്ട് 8 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ കുട്ടി ജനിച്ചിരിക്കുന്നത്. അപ്പം 8 hours റീബർത്താണ്. അപ്പം 3300 വർഷം കഴിഞ്ഞാണ് നമ്മുടെ ഓം സെറ്റിയുടെ പുനർജന്മം. എൻ്റെ പുനർജന്മം 250 years കഴിഞ്ഞിട്ടാണ്. അത്രയും കാലം ഈ എനർജി എന്താ ചെയ്യുക? അപ്പം അത്രയും കാലം ഈ ആത്മാവ് എവിടെയായിരുന്നു? വേർ വാസ് ഇറ്റ് ടിൽ ദിസ് ടൈം? അപ്പം എൻ്റെ ആത്മാവ് പാറയിൽ കൊച്ചുതൊമ്മൻ കൊല്ലപ്പെട്ട ശേഷം 250 years വേർ വാസ് ഐ ടിൽ ഐ വാസ് റീബോൺ. ഒരു പക്ഷേ അന്ന് മനുഷ്യനല്ലാതെ മറ്റു ജന്മങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലോ? അതെ, പട്ടി, പൂച്ച, പഴുതാര. അല്ല, പട്ടി പൂച്ച ആയിരിക്കത്തില്ല, പന്നിയായിരിക്കും അത് കണ്ടിട്ട്. ഇയാളെ കണ്ടിട്ട് അല്ല, ഇത് ഈ കളി ശരിയല്ലല്ലോ കൈപ്പള്ളി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു പുറത്തേക്ക് വരുമ്പോഴാണോ ഈ ആത്മാവ് അകത്തേക്ക് കയറുന്നത്? കാരണം ഇത് ഈ അണ്ടവും എന്താ പറയുന്നത്, എഗും സ്പേമും എല്ലാം കൂടെ ഇതൊക്കെ ഫ്യൂസ് ചെയ്തിട്ട് അന്നേരം ആത്മാവ് കയറേണ്ടതല്ലേ? ഇത് പുറത്തേക്ക് വരുന്ന സമയത്ത് മാത്രം കാത്തിരിക്കണം ആത്മാവ് അകത്തേക്ക് കയറാൻ. ഇയാളെന്താ പറയും? ഈ ഇവിടെ മോഡായിട്ടിരിക്കുന്ന ആരൊക്കെയാണ്? കുശാൽജി, താഴെ ഇരിക്കുന്നവരെ ഒന്ന് ക്ഷണിച്ച് ഇൻവൈറ്റ് ചെയ്യൂ. അതെ, കോട്ടപ്പള്ളി, അത് ഈ സാംബശിവൻ പണ്ട് പറഞ്ഞ പോലെ പറയേണ്ടി വരും. വലയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇങ്ങനെ പറയുന്നത് ഈ വാജിനൽ ബർത്ത് ആണ് വരുന്നതെങ്കിൽ ശരി, ആത്മാവ് അന്നേരം വന്ന് കയറുന്നേ. അപ്പൊ സിസേറിയൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ വലയ്ക്കുന്ന ചോദ്യങ്ങൾ. അല്ല, ഇവിടെ ഒരു വേറെ ചോദ്യം വരുന്നുണ്ട്. ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആത്മാവ് പോകുമെന്ന് പറഞ്ഞു. അപ്പം സ്ഖലനമാണോ പ്രശ്നം, അതോ യോനിയുമായുമുള്ള സ്പർശനമാണോ പ്രശ്നം? കാരണം നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ, ആൺകുട്ടികളാണെങ്കിൽ ജനിക്കുമ്പോൾ ആ മാതാവിൻ്റെ യോനിയുമായി ഒരു സ്പർശനം ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇത് അപ്പോഴേ അപ്രത്യക്ഷപ്പെടേണ്ടതല്ലേ? അല്ല, ശരിയാണല്ലോ. കൈപ്പള്ളി, ഞാൻ കഴിഞ്ഞ ജന്മത്തില് ഞാൻ ജർമ്മനിയിലായിരുന്നു ജനിച്ചത്. അവിടെ വന്നിട്ട് എനിക്ക് അസുഖം വന്നിട്ട് ഹാനിമാനെ ട്രീറ്റ് ചെയ്യാൻ പോയി. അങ്ങനെ ചികിത്സിച്ച് ഞാൻ മരിച്ചു. അതിന് പ്രതികാരം ചെയ്യാനാണ് ഞാൻ ഈ ജന്മം എടുത്തിട്ടുള്ളത്. അല്ല, ഞാൻ പണ്ട് അലക്സാണ്ടർ ജേക്കബിനെ ഈ ആറ്റി മുക്കിക്കൊന്നില്ലേ, ആറ്റി മുക്കിക്കൊന്ന് ചവിട്ടി താത്തത് എൻ്റെ പൂർവികനായിരുന്നു. കാരണം ഞങ്ങളുടെ പണ്ടത്തെ ഈ അപ്പനപ്പന്മാരായിട്ടുള്ളവരെല്ലാം ഈ ആൾക്കാരെ ചവിട്ടി പിന്നെ പുഴയിൽ താഴ്ത്തി കൊല്ലുന്നതായിരുന്നു അവരുടെ ഹോബി. അപ്പോൾ ഇത്തവണ ഞാനും അതുകൊണ്ടാണ് എനിക്ക് ഇയാളുടെ വീഡിയോ കാണുമ്പോൾ ഈ ഒരു ഇങ്ങനെ പ്രതികരിക്കണം. വേറെ ആരെങ്കിലും വീഡിയോ ഞാൻ ഇത്രയും പ്രതികരിച്ച് കണ്ടിട്ടുണ്ടോ? അതെ, കൈപ്പള്ളി, ഒരു റിക്വസ്റ്റ് ഉണ്ട്. അതൊന്നും കൂടെ ചെയ്യുമോ? അല്ലേ, നാട്ടുകാരിലോട്ട് പോകാനെ. എനിക്ക് അറിയേണ്ടത് ഈ ആത്മാവ് ഏതുവഴിയാണ് കയറുന്നത്. അതാരെങ്കിലും ഒന്ന് പറഞ്ഞു തരും. ആത്മാവ് ഏതുവഴി കയറുന്നത് അത് ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. താഴെ ഇരിക്കുന്നവർക്ക് ഓരോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ആത്മാവ് ഏതുവഴിയാണ് വരുന്നത്? ആത്മാവ് ഗ്യാസാണോ? ആത്മാവ് ഗ്യാസ് അല്ല എന്ന് നമ്മളിവിടെ തെളിയിച്ചു കഴിഞ്ഞു. ആത്മാവ് ഈ ബർത്ത് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് പുറന്ന് വീഴുന്ന സമയത്താണോ കയറുന്നത്, അതോ ഈ ലൈംഗിക ബന്ധം ഉണ്ടായി കഴിഞ്ഞ ഉടനെ ആത്മാവ് കയറുമോ? അല്ലല്ല, ആത്മാവ് അതിനു മുമ്പ് 2 പീസായിരിക്കും. അല്ല, ഈ KCR ഇതിനെപ്പറ്റി നല്ല ധാരണയാണ്. KCR അറിയാം. അതാണ് KCR ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. കൈപ്പള്ളി, പണ്ട് ഇത് ഒരു ആത്മാവിന്റെ ചർച്ച ഞാനും എന്റെ കൂട്ടുകാരുമായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് സ്മാർട്ട് ഫോണൊക്കെ ഇറങ്ങിയ ഒരു ടൈം, ആ ടൈമിന് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, നീ ഇപ്പൊ ഈ മൊബൈലിൽ പിക്ചർ കാണുന്നുണ്ടാ? അത് കാണുന്നുണ്ട്. ശരി, ഇപ്പൊ എല്ലാം ഓക്കെ ആണല്ലോ, കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഫോണിനെ അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞു. അടിച്ചു പൊട്ടിച്ച് അകത്തുള്ള റാം എടുത്തിട്ട് അതിനകത്ത് ഇപ്പോഴീ പിക്ചർ ഉണ്ടെന്ന് നീ കാണിച്ചു തന്നാ ഞാൻ നിനക്ക് ആത്മാവ് എവിടെ ഉണ്ടത് കാണിച്ചു തരാണ് പട്ടി എന്ന് പറഞ്ഞു. അതോടെ ആ ടോപ്പിക്ക് സ്റ്റോപ്പായി. അത് തന്നെ ഇന്നലെ ഞാൻ ഇവിടെ ഒരിടത്ത് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു മാർക്കറ്റിൽ നിന്ന് ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങിച്ച്
നമ്മുടെ സെയിം മോഡൽ ഹാർഡ് ഡിസ്ക്, ഇത് രണ്ടും വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൽ ഇന്നലെ പ്രകാശ് വെങ്കലാട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞാണ്, വി ആർ എ ബഞ്ച് ഓഫ് ന്യൂറോൺസ്, വി ആർ മാറ്റർ. അതിൻ്റെ ഒരു പ്രോഡക്റ്റാണ്, അതിൻ്റെ ഇൻഫർമേഷൻ്റെ ഒരു കളക്ഷനാണ് നമ്മളെന്നുള്ള ഈ ഒരു തോന്നൽ. അപ്പോൾ ആത്മാവെന്ന് പറഞ്ഞ സാധനമൊക്കെ ഇറ്റ്സ് ജസ്റ്റ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ്റെ പല പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസുമാണ് നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം. അതിൻ്റെ ഉപോൽപ്പന്നങ്ങളാണ് നമ്മളുടെ സൊസൈറ്റിയിൽ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ സംഭവങ്ങളും. അതിന് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും കൊടുക്കില്ല. മരിക്കുമ്പോൾ ഇതൊക്കെ എവിടെ പോകുമെന്നുള്ളതാണ് ഇവരുടെ ഒരു വേവലാതി. മരിക്കുമ്പോൾ എവിടെയും പോകുന്നില്ല. ആ ഇൻഫർമേഷൻ എങ്ങനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും. ബട്ട് യു കനോട്ട് ബ്രിങ് ബാക്ക് വാട്ട് ഇസ് ലോസ്റ്റ്. നമ്മൾ മറന്നുപോയ സംഗതി ആരെങ്കിലും പറഞ്ഞു തന്നല്ലാതെ നമ്മളായിട്ട് ഓർത്തെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. മറന്നുപോയത് തന്നെയാണ്. പക്ഷേ നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങൾ, ചില സൂചനകൾ തന്നാൽ നമുക്ക് ആ ഇൻഫർമേഷനെ റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെയാണ് റീബിൽഡിങ് പ്രോസസ്സ്. അതിനെ കുറച്ചും കൂടി അത് റീകളക്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ആ ബ്രെയിൻ പാത്വേയിലോട്ടുള്ള കണക്ഷൻ പോയി കിടക്കുകയാണ്. അത് തിരിച്ച് നമ്മൾ റീബിൽഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ പഴയ സാധനങ്ങൾ കുറേയൊക്കെ നമുക്ക് റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ പലതും വാസ്തവ വിരുദ്ധമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഗൊറില്ല ഇൻ ദ റൂം എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെൻ്റ് ഉള്ളത്. ഈ ഗൊറില്ല ഇൻ ദ റൂം എക്സ്പെരിമെൻ്റ് നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. എലിഫന്റ് ഇൻ ദ റൂം എക്സ്പെരിമെന്റ് ഉണ്ടോ കായ്പള്ളി? അല്ല, ദിസ് ഇസ് ഗൊറില്ല ഇൻ ദ റൂം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പെരിമെൻറ്റ്. നമ്മുടെ ഓർമ്മയെന്ന് പറയുന്നത് വളരെ സെലക്റ്റീവ് ആണെന്നും നമ്മൾ കാണുന്നതെല്ലാം കണ്ണുകൊണ്ടാണ് എന്നും ഒരു തോന്നലുണ്ട്. നമ്മൾ കണ്ണുകൊണ്ടല്ല കാണുന്നത്, നമ്മൾ കാണുന്നത് തലച്ചോറ് കൊണ്ടാണ്. ഈ കണ്ണ് അവിടെ ഒരു യന്ത്രം മാത്രമാണ്, യാന്ത്രികമായ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ് കണ്ണ്. ഒപ്റ്റിക് നെർവ് കൂടി നമ്മുടെ ഓക്സിപിറ്റൽ ലോബിലേക്ക് ഇൻഫർമേഷൻ ചെന്നെത്തി അതിനെ ഡിസൈഫർ ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു സാധനത്തിനെ നമ്മൾ കാണുകയാണെങ്കിൽ ആ കാഴ്ചയെ നമുക്ക് നിർവചിച്ച് വിശകലനം ചെയ്ത് പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളത് എപ്പോഴേ അങ്ങ് ഇഗ്നോർ ചെയ്യും. ഇറ്റ് വിൽ നോട്ട് ഈവൻ കം ഇൻ ടു പ്ലേ, അല്ലേ? നമ്മളൊരിക്കലും കണ്ടിട്ടില്ലാത്തൊരു സാധനത്തിനെ നമ്മൾ നമുക്കറിയില്ല എന്താണ്. നമ്മൾ എത്രയോ അതുപോലത്തെ സാധനങ്ങൾ കാണുന്നു. ഞാൻ ഈ ഫോസിൽ വാക്കുകൾക്ക് നമ്മൾ പോകാറുണ്ട്. ഈ ഫോസിൽസിനെ കാഷ്വലി നമ്മൾ നടക്കാനല്ല, ഫോസിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പോകല്ല. അപ്പോൾ നമ്മുടെ കൂടെ വരുന്നവർ അവരെ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് എന്തിനെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന്. അപ്പോൾ കുറേ സാമ്പിൾസ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ സാമ്പിൾ കാണിച്ചു കൊടുക്കാത്തവരും സാമ്പിളിനെ കാണിച്ചു കൊടുത്തവരും ഇതിനെ കാണുമ്പോൾ ഇവരെങ്ങനെയായിരിക്കും എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്കം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓക്കെ ഇഫ് യു ക്യാൻ യൂട്യൂബ് കാണുന്നവർ ഇതിൽ കാണുന്ന ഈ പാറ്റേൺ ഇത് എന്താണെന്ന് ഇത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. പഠിക്കാത്തവർ ഓക്കെ ഇതൊരു പാറയുടെ സാമ്പിളാണ്, ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോകും. ദീസ് ആർ ആക്ച്വലി 400 million year old fossils, ലിവിങ് ഓർഗാനിസംസ്. പക്ഷേ ഇതിൻ്റെ ഷേപ്പ് നമുക്ക് കാണാനായിട്ട് ഒരു ലിവിങ് സാമ്പിളിനെ സ്ലൈസ് ചെയ്ത് പല ആംഗിളിലാണല്ലോ ഇത് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിത് ഇത് സെഡിമെൻ്ററി റോക്ക് പോളിഷ് ചെയ്ത് പോയിട്ട് അതെ വെള്ളം അതിൻ്റെ മുകളിൽ കൂടി ഒഴുകിപ്പോയിട്ട് അവസാനം ഇത് എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല. പക്ഷേ അതേസമയം ഇതൊരു തലയോട്ടിയാണെന്ന് വെച്ചോ, ഇതൊരു തലയോട്ടിയാണ്. ആ തലയോട്ടിയുടെ പല ആംഗിളിലാണ് തലയോട്ടി കിടക്കുന്നത്. അത് സ്ലൈസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫോറൻസിക്സ് പഠിച്ചിട്ടുള്ള ഒരാൾ ഇതുപോലെ പല ആംഗിളിൽ തലയോട്ടിയെ സ്ലൈസ് ചെയ്തത് കണ്ടിട്ടുള്ള ഒരാളിന് കണ്ടാൽ അറിയാം ഇത് ഹ്യൂമൻ തലയോട്ടിയാണ്, ഈ ആംഗിളിലാണ്, ഇത് ഇന്ന ക്രേനിയമാണെന്നോ ജോബോൺ ആണെന്നോ അത് കണ്ടാൽ തിരിച്ചറിയാൻ അവർക്ക് കഴിയും. പക്ഷേ ഈ ഒരു ജീവിയെ ജീവിച്ചിരുന്ന സമയത്തിൻ്റെ ഷേപ്പ് എന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഇത് ഇന്ന പീരീഡിലുണ്ടായിരുന്ന ഒരു ഓർഗാനിക് മെറ്റീരിയലാണ്, ഇത് കാൽസിഫിക്കേഷനാണ്, ഇത് കാൽസ്യമാണ്, പുറത്തുള്ളത് സിലിക്കേറ്റാണ് എന്നുള്ള ആ ഒരു ഡിഫറൻസിയേഷനിലാണ് ഈ റോക്ക് ഇന്നതാണെന്നുള്ളത് അറിയാൻ പറ്റുന്നത്. പക്ഷേ ഈ പാറ്റേണിനെ കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ ഇത് കാണുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റൂ. ജീവിതത്തിൽ ഒരിക്കലും ഇത് കണ്ടിട്ടില്ല. അത് ഒരവസ്ഥയാണ്
ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ഒരു മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ഡിഫിക്കൽട്ടി ഉണ്ട്. ഒന്ന്, ഈ ജീവിയെ ജീവനോട് ആരും കണ്ടിട്ടില്ല. 2, ഈ ജീവിയുടെ ഫോസിൽ നമ്മളുടെ കയ്യിലില്ല. അതിനെ പുറത്തെടുത്ത് ഈ കല്ലെല്ലാം പൊളിച്ചിട്ട് ഈ സാധനത്തിനെ പുറത്ത് നമ്മൾ കണ്ടിട്ടില്ല. ഒരു ഊഹം മാത്രമേ ഉള്ളൂ, ചില ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ജീവിച്ചിരുന്ന ഒരു ഓർഗാനിക് മാറ്ററാണ് എന്നുള്ളത് നമുക്കറിയാം. ബിക്കോസ് ഓഫ് ദി ഓർഗാനിക് മോളിക്യൂൾസ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ ദ ഫോസിൽ. സോ ഇത് പറയാൻ കാരണം, നമ്മുടെ തലച്ചോറെന്ന് പറഞ്ഞാൽ ഈ പാറ്റേൺ മാച്ചിങ് ആയിട്ടുള്ളൊരു ഒരു മെഷീനാണ്. വി മാച്ച് പാറ്റേൺസ്, അല്ലേ? വി മാച്ച് പാറ്റേൺസ് ഓഫ് തിങ്സ് ദാറ്റ് വി ഹാവ് സീൻ. അപ്പോൾ പാരഡോളിയ, എന്താണ് പാരഡോളിയ? പാരഡോളിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള പല വസ്തുക്കളെയും, ഇപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ, ഞാൻ ഇങ്ങനെ കുറേ ഒരു ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഫോട്ടോ അല്ല, ഞാൻ ഇതുപോലത്തെ കുറേ സാധനങ്ങളെ ലൈഫിൽ ഞാൻ എടുത്തിട്ടുണ്ട്. മലകളും വൃക്ഷങ്ങളും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ പല ഷേപ്പിൽ. അതെല്ലാം നിങ്ങൾ കാണുമ്പോൾ അശ്ലീല ചിത്രമായിട്ട് തോന്നും, പക്ഷേ അശ്ലീലമല്ല, അത് വൃക്ഷം മാത്രമാണ്. എനിക്കത് വൃക്ഷമായിട്ട് തോന്നും, പക്ഷേ നിങ്ങൾക്കത് അതിലെന്തോ അശ്ലീലതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഒരു വൃക്ഷത്തിൽ കണ്ട ഒരു മുഖമാണ്. അപ്പോൾ ദ സയൻസ് ബിഹൈൻഡ് വൈ വി സീ ഫേസസ് ഇൻ നേച്ചർ, ഈ പുസ്തകത്തിലും ഇദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങളെ, നമ്മൾ ഭയക്കുന്ന വസ്തുക്കളെ, ഇപ്പോൾ കണ്ണ് എപ്പോഴും നമ്മൾ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിലുള്ള കണ്ണുകളെ നമ്മളെപ്പോഴും പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കും. രാത്രി ഇരുട്ടത്ത് 2 തിളങ്ങുന്ന കണ്ണുകൾ കണ്ടാൽ നാച്ചുറലി നമ്മൾ ഭയപ്പെടും. കാര്യം അതൊരു വന്യമൃഗമാണോ എന്നുള്ള ഒരു ഭയം നമുക്കുണ്ടാകും. അപ്പം അഡ്വാൻറ്റേജസ് ആണ് ഇതിനെ തിരിച്ചറിയുക. ഇതൊരു ത്രെട്ടാണെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഒരു ആക്രമിക്കാനായിട്ട് ഒരാൾ ഒളിഞ്ഞിരിക്കുകയാണോ, ഒരു ശബ്ദം കേട്ടാൽ, സ്നേക്ക് ഇൻ ദ ഗ്രാസ് സ്റ്റോറി ഉണ്ടല്ലോ, അതായത് ഒരു ചലനം പുല്ലിൽ നമ്മൾ കണ്ടാൽ നമ്മൾ ഉടനെ ഞെട്ടി പുറകോട്ട് മാറും. എന്തുകൊണ്ടാണ്? അത് പാമ്പായിരിക്കാം, നമ്മളെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു പാമ്പായിരിക്കാം. അപ്പം നമ്മളവിടെ വി വുഡ് ആക്ച്വലി ട്രെഡ് വെരി കെയർഫുള്ളി. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ട്രെഡ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കും. എന്നിട്ട് അവിടെ എന്താണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പോകും. ഇത് പരിണാമപരമായി നമുക്ക് കിട്ടിയതാണ്. ഇതാരും പറഞ്ഞു തന്ന സാധനമല്ല. പരിണാമപരമായെന്ന് പറഞ്ഞാൽ മറ്റ് ജീവികളും ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഓറിയോയുടെ മുമ്പിൽ ഒരു കഷ്ണം തടി, അത് ജീവിതത്തിൽ കണ്ടിട്ടാത്തൊരു തറി കഷ്ണം കൊണ്ടിട്ടാൽ അത് പേടിച്ച് മാറും. പിന്നെ കുറേ സമയം എടുക്കും അതൊന്ന് അവിടെയൊക്കെ മണപ്പിച്ച് പരിസരമൊക്കെ നോക്കി ഇത് അനങ്ങുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടേ അടുക്കൂ. നമ്മളെപ്പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മളെല്ലാം മൃഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു ത്രെറ്റ് അവേർഷൻ ഇറ്റ് ഈസ് പ്രോഗ്രാംഡ് ഇൻ ടു അസ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മൾ ഇല്ലാത്ത മുഖങ്ങളെയും നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ലേഖനത്തിൽ പറയുന്നത് ദ സയൻസ് ബിഹൈൻഡ് വൈ വി സീ ഫേസസ് ഇൻ നേച്ചർ. I request that you go read this thing. ഇതിപ്പോൾ ജോൺ ഹോപ്കിൻസ് മാഗസീനിൽ വന്നൊരു ലേഖനമാണ്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ our brain is wired to look at faces and detect faces. അത് നമ്മുടെ ഫ്യൂസിഫോം ജൈറസ് എന്ന് പറയുന്ന തലച്ചോറിലെ മുഖങ്ങളെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഈ ഒരു ഷേപ്പിന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഫ്യൂസിഫോം ജൈറസ് ആണ്. മുഖങ്ങളെ പല ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളുടെ തലച്ചോറിന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത്ര ഹൈലി ഇവോൾവ് ആയിട്ടുള്ള, ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു തലച്ചോറുള്ള ഒരു ജീവിയാണ് ഹോമോസേപ്പിയൻസ്. അതേപോലെ തന്നെ പല പ്രൈമേറ്റുകൾക്കും ഈ ഫ്യൂസിഫോം ജൈറസ് ഏറെക്കുറെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. പക്ഷേ ഈ പട്ടികൾക്കും പൂച്ചകൾക്കും മുഖം കൊണ്ടല്ല അവർ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അവർ ഡിറ്റക്റ്റ് ചെയ്യുന്നത് നാസിക ഗ്രന്ഥി കൊണ്ടാണ്, അവരുടെ എന്താ പറയുക ഘ്രാണശേഷി കൊണ്ടാണ്, അവരുടെ സെൻസ് ഓഫ് സ്മെൽ. ബിക്കോസ് അവരുടെ ജേക്കബ്സൺസ് ഓർഗൻ, അതായത് ഈ സ്മെല്ല് പ്രോസസ്സ് ചെയ്യാൻ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള. അപ്പോൾ അവർക്കും ഇതേ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്ന അതേ ഈ ഫോൾസ് പോസിറ്റീവ്സ്, ഇതിനെ ഫോൾസ് പോസിറ്റീവ്സ് എന്നാണ് പറയുന്നത്. അതായത് യഥാർത്ഥത്തിലുള്ള മുഖമല്ല, പക്ഷേ അത് നമ്മൾ പോസിറ്റീവായിട്ട് ഒരു ഹിറ്റായിട്ട് നമ്മൾ എടുക്കുന്നു. അത് മുഖമാണെന്ന് നമ്മൾ കാണുന്നു. വൃക്ഷങ്ങളിൽ ചില രൂപങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിന് അവിടെ ഒരു മുഖമുണ്ടെന്നും ഒരു വ്യക്തിയുണ്ടെന്നും അതിനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ ഒരു ആത്മാവ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അതാണ് ഈ രൂപമായിട്ട് മാറിയെന്നും പഴയ ആൾക്കാരെല്ലാം നിർവചിച്ചിരുന്നു. നോർസ് മിത്തോളജിയിൽ തന്നെ ഇതുപോലത്തെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഈ മലകളെ കണ്ടിട്ട് മലകളിൽ മുഖങ്ങളുണ്ടെന്നും ആ മുഖങ്ങളെല്ലാം മരിച്ചുപോയ മനുഷ്യരുടെ ആത്മാക്കളായിട്ട് അവിടെ പ്രാപിച്ചിരിക്കുകയാണെന്നുള്ള ഈ ഒരു ഐതിഹ്യങ്ങളെല്ലാം പഴയ മനുഷ്യർ നിരന്തരം പല സാഹിത്യകൃതികളിൽ വരെ ഇത് വന്നിട്ടുണ്ട്. ഇയാളുടെ ഈ സംഭാഷണം GPT എടുത്ത്
ഞാൻ ട്രാൻസ്ക്രിപ്റ്റ് അയച്ചിട്ട് ഞാൻ ചോദിച്ചു ഇയാൾ എന്നുവെച്ചാൽ ഒരു പ്രീ കണ്ടീഷൻസും ഇല്ലാതെ നമ്മൾ ചോദിക്കുമ്പം ഇപ്പം നോട്ട് GPT എന്നൊക്കെ പറഞ്ഞിട്ട് ഈ യൂട്യൂബിലെ വീഡിയോസിന് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ടൂൾസ് അവൈലബിൾ ആണ്. ഐ തിങ്ക് ഇറ്റ്സ് കോൾഡ് നോട്ട് GPT. ഐ കുഡ് ബി റോങ്. അപ്പം നോട്ട് GPT എടുത്ത് ഞാൻ ഈ കാര്യം ചോദിച്ചു ഇയാളുടെ ഈ ഒരു പ്രസംഗത്തെക്കുറിച്ച്. അപ്പോൾ അത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ മനുഷ്യന് അയാളുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇയാൾക്ക് തലവേദനയായിരുന്നു, ഇയാൾ MRI എടുത്തിരുന്നു, ഇയാൾക്ക് ചില വിമിഷ്ടങ്ങളുണ്ടായിരുന്നു, എന്നിട്ട് ഇയാൾ ഇത് കാണുന്നു. അപ്പം ഇറ്റ് ഇസ് ഹൈലി പോസിബിൾ ദർ ഇസ് സം സോർട്ട് ഓഫ് ഇഞ്ചുറി, ബ്രെയിൻ ഇഞ്ചുറി, ഫിസിക്കൽ ബ്രെയിൻ ഇഞ്ചുറി, എന്തെങ്കിലും സ്ട്രോക്കോ നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ ചിലപ്പോൾ ചില ആന്യൂറിസം, ഒരു ബൾജിങ്, വെയിൻസ് ബൾജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് കുഡ് കോസ് ഓൾ സോർട്സ് ഓഫ് ബിഹേവിയറൽ ചേഞ്ചസ്. നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് നമുക്ക് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ന്യൂറോ കെമിക്കൽ മെഷീനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഇതുപോലുള്ള അവാസ്തവമായിട്ടുള്ള ഫിഗ്മെൻറ്റ്സ് ഓഫ് അവർ ഇമാജിനേഷൻ എല്ലാം വരും. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഏറ്റവും എളുപ്പം പറ്റിക്കപ്പെടാവുന്നത് നമ്മളാണ്. നമ്മളെയാണ് ഏറ്റവും എളുപ്പം പറ്റിക്കാൻ പറ്റുന്നത്. ചെപ്പടി വിദ്യ, മാജിക്. പൂർത്തീകരിച്ചോട്ടെ. എന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പം ഇയാൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു, മീൻസ് എനിക്ക്, അതായത് കൈപ്പള്ളിയിൽ നമ്പൂതിരിയുടെ വീട് വാങ്ങിച്ച് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു, ഞാൻ ക്രിസ്ത്യാനിയാണ്, മനസ്സിലായോ? ആ പുള്ളി അതൊക്കെ അവിടെ പറയുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ നമ്പൂതിരിയായിരുന്നു, നിങ്ങളുടെ വീട് ഞാൻ വാങ്ങിച്ചു, അവിടുന്ന് ഇങ്ങനെ ആത്മാക്കൾ പോകുന്നുണ്ടെന്ന് എനിക്ക് അറിയുകയും ചെയ്യാമായിരുന്നു. ഓൾറെഡി ഞാൻ അവെയറാണ് അതിനെപ്പറ്റി. എന്നിട്ട് ഒരിക്കൽ ഒരു ദിവസം ഞാൻ ജനൽ തുറന്നു നോക്കിയപ്പം ഇങ്ങനെ 10-20 പേരിങ്ങനെ 6 അടി ഉയരമുള്ളവർ ഇങ്ങനെ പോകുന്നത് കണ്ടു. ഞാൻ എന്തിനാണ് കൈപ്പള്ളി പനിക്കുന്നത്? എനിക്ക് പനിച്ചിട്ട് ഒരാഴ്ച കിടക്കേണ്ട കാര്യം എന്താണ്? ഓൾറെഡി എനിക്ക് അറിയാമായിരുന്നു കൈപ്പള്ളിയുടെ ആൾക്കാരാണ്, അവര് പോകും, അവരെവിടെയും പോവുകയോ വരവോ ചെയ്യട്ടെ, നമ്മുടെ വിഷയമല്ല ഇത്. ആത്മാക്കളുണ്ട് തെളിഞ്ഞിട്ടുണ്ട്, പുള്ളി അത് തെളിയിക്കുകയും ചെയ്തു. ആയിക്കോട്ടെന്നേ, നമുക്ക് വിഷയമില്ല. പക്ഷെ നിങ്ങൾ എന്തിനാണ് പനിച്ചത്? അല്ലെങ്കിൽ സോറി, പറഞ്ഞില്ല, അയാൾക്ക് അസുഖമുണ്ട്, ഹി ഹാസ് എ കണ്ടീഷൻ, മനസ്സിലായില്ലേ? ഇതെല്ലാം ബന്ധിതമാണ്, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഹി ഈസ് നോട്ട് വെൽ. അത് പ്രോപ്പർലി ഡയഗ്നോസും ചെയ്തിട്ടില്ല. ഇയാൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്തിട്ടില്ല. പക്ഷെ അതിന് അതായത് ചെറുപ്പത്തിൽ പറഞ്ഞു പഠിപ്പിച്ച അമ്മൂമ്മ അപ്പൂപ്പൻ കഥകളാണ് പുള്ളിയുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്. IAS ആയാലും IPS ആയാലും അത് എത്രയുള്ളൂ. പിന്നെ അയാളൊരു വിശ്വാസിയാണ്. അല്ല ഷാജി, അത് മാത്രമല്ല സ്ലീപ്പ് ഡിപ്രീവിയേഷൻ ഇതിനകത്തൊരു വലിയ ഫാക്ടർ ആയിട്ടുണ്ട്. ഒന്ന് ആങ്സൈറ്റി, ഫിയർ, സ്ലീപ്പ് ഡിപ്രീവിയേഷൻ, ഇതെല്ലാം കൂടെ ചേർന്ന് ഈ പഴയ കഥയും കൂടെ ചേരുമ്പോഴാണ് ഈ നമ്പൂതിരിമാരൊക്കെ നടന്നു പോകുന്നത്. അതൊരു നല്ലൊരു പോയിന്റാണ്. നമ്മളത് ഇതുവരെ അഡ്രസ്സ് ചെയ്യാത്ത കാര്യമാണ് ഈ സ്ലീപ്പ് ഡെപ്രിവേഷൻ. അതുപോലെ ഫറ്റീഗ്, സ്ലീപ്പ് ഡെപ്രിവേഷൻ മാത്രമല്ല, അതിനോടൊപ്പം ഫറ്റീഗ് ഉണ്ട്. ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നില്ല, അതേസമയം നമ്മൾ നിരന്തരമായി ജോലി ചെയ്യുന്നു. നമ്മുടെ മൈക്കിൾ ഷേമർ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം സ്കെപ്റ്റിക്സ് സൊസൈറ്റി, സ്കെപ്റ്റിക്സ് ഫൗണ്ടേഷൻ, അതിൻ്റെ മാഗസീൻ്റെ എഡിറ്ററൊക്കെയാണ്. അതായത് ഈ ഒരു നിരീശ്വരവാദിയും യുക്തിചിന്തകനും. ബിലീവിങ് ബ്രെയിൻ, അതാണ് അയാളുടെ പുസ്തകത്തിൻ്റെ പേര്. ആ ബിലീവിങ് ബ്രെയിനിലെ പുള്ളി ആ പുസ്തകത്തിലല്ല, വേറൊരു പുസ്തകത്തിലാണ് പുള്ളി അത് പറയുന്നത്. വേർ ഇസ് ദാറ്റ് ബുക്ക്? ആ പുസ്തകത്തിൽ, അതായത് വൈ പീപ്പിൾ ബിലീവ് ഇൻ വിയർഡ് തിങ്സ്, എന്തുകൊണ്ട് മനുഷ്യർ ഇതുപോലത്തെ മണ്ടത്തരങ്ങളിൽ വിശ്വസിക്കുന്നു. ദിലീപ് മാമ്പള്ളി വേറൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ മൈക്കിൾ ഷേമർ ഒരു അനുഭവം വിവരിക്കുന്നുണ്ട്. പുള്ളി ലോങ് ഡിസ്റ്റൻസ് സൈക്ലിംഗ് ചെറുപ്പത്തിൽ ചെയ്തിരുന്നു. അപ്പോൾ സൈക്കിൾ ചവിട്ടി കുറേ ദൂരം പോയപ്പോഴത്തേക്കും, ഈ ലോങ് ഡിസ്റ്റൻസ് സൈക്ലിംഗ് എന്ന് വെച്ചാൽ ഏകദേശം 100 കിലോമീറ്റർ 200 കിലോമീറ്ററൊക്കെ 100 കിലോമീറ്ററൊക്കെയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇവിടെ ഒണ്ടാരിയോയിലും ഒരു ടൊറോണ്ടോ ടു നയാഗ്ര ഒരു സൈക്ലിംഗ് എക്സ്പെഡിഷൻ ഉണ്ടായിരുന്നു. ഈ മൈക്കിൾ ഷേമറിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്, ഇയാൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും യു സ്റ്റാർട്ട് ഗെറ്റിംഗ് ടയർഡ്, ഭയങ്കരമായിട്ട് ടയർഡാവും. ഇരുട്ടുമ്പോഴത്തേക്കും വണ്ടികളൊക്കെ ഉണ്ട്, സപ്പോർട്ട് വെഹിക്കിൾസ് ഉണ്ട്, ഒരു കൂടെ
സൈക്കിൾ ചെയ്യുന്ന കുറേ പേരുണ്ട്. എന്നിട്ട് ഇവർ പോയി റെസ്റ്റ് ചെയ്യും, ടെൻറ്റ് വെച്ചിട്ട്. ചിലരൊക്കെ ഹോട്ടൽസിലും മൊട്ടൽസിലൊക്കെ എടുക്കും. പക്ഷേ അന്ന് ഇത് വളരെ പണ്ട് നടന്ന കാര്യമാണ്. ഐ തിങ്ക് ഇറ്റ് ഹാപ്പൻ ഇൻ ദ 80s, ഏർലി 80s. പുള്ളി ടെൻറ്റിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ആരോ ഒരാൾ അയാളുടെ കൂടെ ഒപ്പം വന്നിരുന്ന് അയാളെ സാന്ത്വനപ്പെടുത്തുന്നതായിട്ടോ സംസാരിക്കുന്നതായിട്ടോ ഒക്കെ ഇയാൾക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഹീസ് എ സ്കെപ്റ്റിക്. ഞാൻ വേണ്ട ഈ ഇതിൽ കാണിക്കുന്ന ഞാനും നമ്മുടെ ഒരു സുഹൃത്തും, നിങ്ങൾക്ക് അറിയാം ടോണിയുമായിട്ട് ഞങ്ങൾ വേണ്ട ഈ മലയിൽ കയറിയപ്പോഴത്തേക്കും, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൗണ്ടൻ. അവിടെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു 12 മണിക്കൂർ എടുക്കും ഈ മല കയറാൻ. ആ മല കയറിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഐ എം എ സ്കെപ്റ്റിക്, ഞാനൊരു ദൈവവിശ്വാസിയല്ല. അപ്പോൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മളുടെ തലച്ചോറിൽ നമുക്ക് എന്തൊക്കെയാണോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്, അതെല്ലാം തന്നെ എനിക്ക് ഈ ലുക്ക് അറ്റ് ദിസ് പ്ലേസ്, ഈ ഒരു ജോഗ്രഫി തന്നെ നോക്കൂ. ഐ മീൻ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ മൗണ്ടൻ. മനുഷ്യരാരും ഇല്ലാത്ത, ഫോൺ കണക്ഷൻ ഇല്ലാത്ത സ്ഥലം. നമ്മൾ തന്നെ വെള്ളവും എല്ലാം കൊണ്ടുപോകണം. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചിറങ്ങി പോകുന്ന വഴിക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യും. വേണ്ട ഇവിടെ നമുക്ക് ഈ ആംഗിളിൽ ഫോട്ടോ എടുക്കണം, ഇങ്ങനെ പറപ്പിക്കണം, ഇങ്ങനെ ഡ്രോൺ ഫുട്ടേജ് എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോകും. തിരിച്ചു വരാൻ നേരത്ത് നമ്മളല്ല തിരിച്ചു വരുന്നത്, വേറൊരു ജീവിയായിട്ടാണ് തിരിച്ചു വരുന്നത്. എങ്ങനെയെങ്കിലും കാർ എത്തിയാൽ മതി, എങ്ങനെയെങ്കിലും തിരിച്ചെത്തിയാൽ മതി. അത്രയ്ക്ക് വി ആർ ടയേർഡ് ആൻഡ് ഫെറ്റീഗ്. അപ്പോൾ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എല്ലാം തന്നെ ത്രെട്ടാണ്. ചിലപ്പോൾ ത്രെട്ടായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും നമ്മൾ അവിടെ നിന്ന് നമ്മളെ വിളിക്കുന്നതായിട്ട് തോന്നും. എനിക്കൊരു ചുവന്ന വസ്ത്രം ധരിച്ച, ചുവന്ന ഒരു സ്കേർട്ട് ധരിച്ച്, ഫ്ലോയിങ് റോബ്സ് ധരിച്ച ഒരു സ്ത്രീ, നീണ്ട തലമുടിയൊക്കെയുള്ള ഒരു സ്ത്രീ അവിടെ നിന്ന് എന്നെ വിളിക്കുന്ന, എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ എന്നെ വന്ന് വിളിച്ച്, കം യു ക്യാൻ ഡൂ ദിസ്. അപ്പോൾ ഞാൻ വാസ് വണ്ടറിങ്, ഇവിടെ ഇല്ലല്ലോ, ഷീ ഈസ് നോട്ട് ഈവൻ ഹിയർ. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ദാറ്റ് ദിസ് വുമൺ ഇസ് ഇൻ ദിസ് പാർട്ട് ഓഫ് ദ വേൾഡ്? അപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷേ വേറൊരു സ്ഥലം പറയുന്നത് എനിക്കിതെല്ലാം കാണാം, ഐ ക്യാൻ സീ ദിസ്, ഷീ ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ്. എന്നിട്ട് ഓരോ ടേൺ കഴിയുമ്പോഴും അവിടെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇറ്റ് വാസ് ഹലൂസിനേഷൻ. അപ്പം നമ്മളെ എന്താണോ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അത് അവിടെ വന്ന് പ്രത്യക്ഷപ്പെടും. പക്ഷേ എൻ്റെ കോൺഷ്യസ് മൈൻഡ് പറയുന്നത് ഇറ്റ് ഈസ് എ ഹലൂസിനേഷൻ. യു ഹാവ് ടു കീപ് ഗോയിങ്, യു ഹാവ് ടു ഫിനിഷ് ദിസ് പാർട്ട്. ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. കാല് വേദനിക്കുന്നു, എൻ്റെ ശരീരം മൊത്തം വേദനിക്കുന്നു, എനിക്ക് വെള്ളം ദാഹിക്കുന്നു, എൻ്റെ വെള്ളം മൊത്തം തീർന്നു. ഇനി കുറച്ചൊരു 3-4 കിലോമീറ്ററും കൂടി ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്താൽ എനിക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ള പിന്നെ എനിക്ക് വേറെ മാർഗങ്ങളില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ തലച്ചോറ് നമ്മളോട് പല കഥകളും പറയും. ഈ കഥകൾ വിശ്വസിക്കാതിരിക്കാനുള്ള ട്രെയിനിങ് നമ്മൾ എടുക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ മുത്തശ്ശി കഥകൾ എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ എല്ലാം ഫ്രണ്ടൽ ലോബിൽ കുറെ ഇമേജസ് പതിഞ്ഞിട്ടുണ്ട്. ഇമേജസ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജസ് ഒന്നും അല്ല. നിങ്ങളോട് പറയാൻ മാത്രം ശാസ്ത്രീയമായിട്ടുള്ള അറിവുള്ള വ്യക്തിയൊന്നും അല്ല ഞാൻ. എനിക്ക് അതിനുള്ള അറിവില്ല, എന്നാലും ഞാൻ പറയുകയാണ്. നമുക്ക് കുറെ ഒരു ഫ്രണ്ടൽ ലോബിൽ കുറെ ഇമേജസുകൾ ഉണ്ട്. അതിൽ ഈ പറയുന്ന ഭൂതവും പിശാചും എല്ലാം ഉണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം ഞാൻ റൂമിലിരുന്ന് ഒറ്റയ്ക്ക് എൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കൈപ്പിള്ളി നമ്പൂതിരിയുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച്, അല്ലെ കൈപ്പിള്ളി നമ്പൂതിരിയുടെ തറവാട് വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ സുഖിച്ച് ജീവിക്കുകയാണ്. അപ്പൊ ഞാൻ വൈകിട്ട് അവിടെ ചിലപ്പോൾ ഒരെണ്ണം അടിച്ചോണ്ടിരിക്കുമായിരിക്കും, ചിലപ്പോൾ ചോറ് അത്താഴം കഴിച്ചോണ്ടിരിക്കുമായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോ മധുവിനോട് ഫോൺ ചെയ്തുകൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുമായിരിക്കും. അന്നേരം 6 അടി നീളമുള്ള കൈപ്പള്ളി അതുവഴി വരുന്നു, തിരിയും കത്തിച്ചുകൊണ്ട്. ഞാൻ ഇതിനെ എന്തിനാ പേടിക്കുന്നതെന്നാ ഞാൻ ചോദിക്കുന്നത്. കൈപ്പള്ളി എന്നെ കൊല്ലാൻ വരുന്നില്ല. കൈപ്പള്ളി വന്നിട്ട് യു ബ്ലഡി റാസ്കൽ, നിന്നെ ഇപ്പൊ തട്ടോടാന്നൊന്നും കൈപ്പള്ളി പറയുന്നില്ല. കൈപ്പള്ളി അതുവഴി പോകുന്നപ്പോ ഒഴികെ ഓൺ ദ വേ ഷാജി ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു. ഞാൻ ഓക്കെയാണ് എന്ന് പറയുന്നു. കൈപ്പള്ളി പറയുന്നു, ഓക്കെ ബ്രോ, ഞാൻ നോട്ടപ്പുറത്തോട്ട് ആ കുളത്തിലൊന്ന് കുളിക്കാൻ പോവാണ് കേട്ടോ, ഞങ്ങളുടെ സ്ഥിരം പരിപാടിയായത് എന്ന് പറഞ്ഞു പോകുന്നു. ഇതിന് ഞാൻ എന്തിനാണ് പനിക്കുന്നത്? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഞാൻ എന്തിനാണ് പനിക്കുന്നത്? എനിക്ക് 7 ദിവസം പനി വരേണ്ട കാര്യം എന്താ? പേടിച്ചിട്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞ
പോലീസ് ഇതൊക്കെ ഓഫീസറാണ്. എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസർ, ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഈ കുട്ടിക്കാലത്ത് അമ്മൂമ്മ ക്ലിയർ ആണ്, കഥകളും അപ്പൂപ്പ കഥകളും അത് കേട്ടിട്ട് ക്ലിയർ ആണ്. ഉണ്ടായ സംഭവങ്ങൾ മാത്രമാണ്. ഓക്കെ. നമുക്ക് എല്ലാവർക്കും ഇതേപോലത്തെ പല അനുഭവങ്ങളും ഉണ്ടാവും. അതുപോലെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള, നമ്മൾ വൾണറബിളായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന പല ചിന്തകളും. അപ്പോൾ അതിനെ നമ്മൾ റാഷണലൈസ് ചെയ്യാനായിട്ട് എന്താണ് ഒരു ടൂളായിട്ട് ഉപയോഗിക്കേണ്ടത്? അവിടെ നമ്മൾ സ്കെപ്റ്റിക്കൽ മൈൻഡാണ് അവിടെ നമ്മൾ ടൂളായിട്ട് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ബേസ് ബ്രെയിൻ, നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലുള്ള ഭീതിയെയും ഭയത്തെയും നമ്മൾ ഓവർ ബെയർ ചെയ്യാൻ സമ്മതിക്കരുത്. ഇറ്റ് ഷുഡ് നോട്ട് ഓവർകം അസ്. അവർ പ്രൈമൽ ഫിയേഴ്സ്, നമ്മുടെ പ്രാഥമികമായ ഭയങ്ങൾ നമ്മളെ ഓവർടേക്ക് ചെയ്യരുത്. വി ഷുഡ് ബി ഇൻ കൺട്രോൾ. ഇവിടെ കൺട്രോൾ ഇല്ലാത്ത ഇതുപോലുള്ള കെട്ടുകഥകളെയും ഐതിഹ്യങ്ങളെയും ചെറുപ്പത്തിൽ പഠിച്ച അമ്മുമ്മ കഥകളെയെല്ലാം നമ്മളെ സ്വാധീനിക്കാൻ അനുവദിക്കാൻ പാടില്ല. മിത്തുകളായിട്ടും യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് അറിയാനുള്ള ഉപകരണങ്ങൾ നമ്മൾ തലച്ചോറിൽ സൂക്ഷിക്കണം. അതിൻ്റെ മാർഗങ്ങൾ, അവിടെയാണ് സ്കെപ്റ്റിസിസം വരുന്നത്. എങ്ങനെയാണോ നമുക്ക് ഈ വളരെ ദുർഘടം പിടിച്ച നമ്മുടെ ഇമോഷണൽ ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ മേജർ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. നമുക്ക് കാണാൻ കഴിയാത്തതെല്ലാം ഇല്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒന്നാണ്. ഏതാ? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയാത്തൊന്നും ഇല്ല എന്നവർ പറയുകയാണ്. എന്നാൽ ഇത് കാണുന്ന ആളുകൾക്ക് അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് തുറന്നു പറയുമ്പോൾ ഇവരൊക്കെ പറയുന്നത് വെറുതെ ആണ് എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അപ്പോഴേ നമ്മൾ ഈ ശാസ്ത്രത്തിൽ കൂടെ മാത്രം വിശദീകരിക്കാൻ പറ്റിയല്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തൈലസ്വാമി എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചെറുപ്പത്തിൽ ഹിമാലയത്തിലൊക്കെ പോയിട്ട് വന്നൊരു ശിവയോഗിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു പ്രസിദ്ധമായ നായർ തറവാടുണ്ട്, വാരിത്തൊന്ന് നായർ തറവാട്. അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളാണ്. അവിടെ ഈ മനുഷ്യൻ വരും, ഒരു കുരങ്ങനുണ്ട് തോളിൽ. പുള്ളി വല്ലപ്പോഴൊക്കെ ഹോട്ടലിൽ വന്നൊരു ചായ കുടിച്ചിട്ട് പോകും. ആരും പൈസ ഒന്നും ചോദിക്കുകയല്ല. പുള്ളിക്കിടയിൽ പൈസ ഇല്ല. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഒരു കട ഹോട്ടൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ ഇദ്ദേഹം വന്നിട്ട് ഒരു വടയും ഒരു ചായയും കഴിച്ചു. അപ്പോൾ ഈ ഹോട്ടലോടെ ചുമ്മാ രസത്തിന് പറഞ്ഞു, സ്വാമിയുടെ ഞങ്ങളൊന്നും ഒരിക്കലും പൈസ വാങ്ങിച്ചിട്ടില്ല, ഇന്ന് സ്വാമി പൈസ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനന്ന് 7ാം ക്ലാസ് പഠിക്കുക. ഞാൻ ഉണർന്നിട്ടുണ്ട്, ഞങ്ങളുടെ കട വാടകയ്ക്കെടുത്ത് ഈ ഹോട്ടൽ നടത്തുന്നു. അപ്പോൾ തൊട്ടടുത്ത ആൾ പറഞ്ഞു, അയ്യോ സ്വാമിയുടെ ഒന്നും വാങ്ങിക്കണ്ട, ഞാൻ പൈസ തന്നേക്കാം വടയ ചായയുടെ എന്ന്. അയാൾ പറഞ്ഞു, അല്ലല്ല സ്വാമി തന്നെ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, സന്യാസിമാർ ഒന്നും പൈസ കൊണ്ടുനടക്കാറില്ല, പൈസ കൊടുക്കാറില്ല. നിനക്ക് ആവശ്യമാണ് നിൻ്റെ വടയും ചായ ഞാൻ തിരിച്ചു തന്നേക്കാം. എന്നാൽ തിരിച്ചു തരാൻ പറഞ്ഞു. സ്വാമി ഈ വട വെച്ച ഇലയെടുത്ത് മുണ്ടിനടിയിലോട്ട് പിടിച്ചിട്ട് വട അവിടെ വെച്ച് ആ ഗ്ലാസ് എടുത്ത് മുണ്ടിനടിയിലോട്ട് പിടിച്ച് മൂത്രമൊഴുകി ശബ്ദം കേട്ടു. തിരിച്ച് ഗ്ലാസ് അവിടെ വെച്ചപ്പോൾ ചായ അവിടെ ഇരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഡേവിഡ് ബ്ലെയിനും മുതുകാടും PC സർക്കാരും ഒക്കെ ചെയ്യുന്ന, ജെയിംസ് റാൻഡിയൊക്കെ ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പക്ഷേ ഇയാൾ അതിനോട് കുറച്ച് സാധനങ്ങളും കൂടി ഇയാൾ ആഡ് ചെയ്തത് എന്തൊക്കെയാണ്? ഇയാൾ ആഡ് ചെയ്തത് അതിന് മുമ്പ് നടന്ന ഡയലോഗാണ്. അതായത് പൈസ ചോദിച്ചപ്പോൾ ഉടനെ അയാൾ ഈ ട്രിക്ക് നടത്തി ഈ ഒരു സംഭവം കാണിച്ചു എന്നുള്ളത്. ഇത് ഓർക്കസ്ട്രേറ്റഡ് ആണോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. അയാളുടെ ദിവ്യത്വം അവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഇയാൾ തന്നെ സ്റ്റൂജസിനെ നിർത്തിയിട്ട് അന്ന് അയാൾ പൈസ ചോദിക്കണം, അപ്പം ഞാൻ ഇങ്ങനെ കാണിക്കും എന്നവിടെ പറഞ്ഞിട്ടുണ്ടോയെന്നും നമുക്കറിയില്ല. ഒരു കൊച്ചുകുട്ടി, അവന് ചെറുപ്പക്കാരനായ ബാലനായിരുന്ന അലക്സാണ്ടർ ജേക്കബ് ഇത് കണ്ട് അന്തം വിട്ടു. നമ്മളും കൊച്ചിലേക്ക് ഒരുപാട് മാജിക് ഷോസിന് പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മാജിക് ട്രിക്കുകളാണെന്നും അതിൽ ഭൂതപ്രേത പിശാചുക്കളുടെ ഒന്നും സ്വാധീനമില്ലെന്നുള്ള തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് തരാനായിട്ട് ടീച്ചേഴ്സും മാതാപിതാക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മജീഷ്യൻസ് പലരും, ഈ ഇലൂഷനിസ്റ്റുകൾ പറയും ഞങ്ങൾ കാണിക്കുന്നത് ഇലൂഷനാണ്, അല്ലാതെ ഞങ്ങൾ ഭൂതപ്രേത പിശാചുക്കളെ ആവാഹിച്ചെടുത്ത് ബ്ലാക്ക് മാജിക് അല്ല കാണിക്കുന്നത്. എന്താ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഈ ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളത് ഒരു കഴിവാണ്. അതൊരു ആർട്ടാണ്, ഒരു കലാരൂപമാണ്. ഈ ഡിസപ്ഷനിൽ നിന്നും
എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ച് ആൾക്കാരെ പറ്റിക്കുന്ന ഈ ഒരു രീതി, അത് വെച്ച് പണമുണ്ടാക്കുന്ന ഒരു രീതി, അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അല്ലാതെ മാജിക് ഷോ അല്ല നമ്മൾ എതിർക്കുന്നത്. ബട്ട് വാട്ട് ഹീ ഈസ് ഡൂയിങ്, ഹീ ഈസ് മിസ്ലീഡിങ് പീപ്പിൾ. എന്താണ് ചെയ്യുന്നത്? അയാൾ ചെറുപ്പക്കാരായിട്ടുള്ളവരെ മിസ്ലീഡ് ചെയ്യാണ്. ഇയാൾ ചെയ്യുന്നത് എന്താണ്? ഇയാൾ ചെയ്യുന്നത് സമൂഹത്തിന് നല്ല ഗുണമാണോ ദോഷമാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും GPT പറയുന്നത് ഇതാണ്: Alexander Jacob seems to be getting away with his actions primarily because of the extraordinary acceptance of and reverence people have for him. ജനങ്ങൾ അയാൾക്ക് കൊടുക്കുന്ന ബഹുമാനവും അംഗീകാരവും അയാൾ പൂർണ്ണമായിട്ടും ദുരുപയോഗം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അയാൾ ചോദ്യം ചെയ്യപ്പെടാത്തത്. ഇൻഫ്ലുവൻസ്ഡ് ബൈ എ ബ്ലെൻഡ് ഓഫ് മിസ്റ്റിസിസം, സ്പിരിച്വാലിറ്റി ആൻഡ് സീമിംഗ്ലി സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ദാറ്റ് ഹീ പ്രൊജക്ട്സ്. അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ സ്പിരിച്വാലിറ്റി, മിസ്റ്റിസിസം, ഇതെല്ലാം കൂടിക്കലർത്തി നമ്മൾക്ക് പരിചിതമായിട്ടുള്ള കഥകളും ഐതിഹ്യങ്ങളും വെള്ള ബ്ലൗസും സാരിയും ഉടുത്ത യക്ഷി കഥകളും ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് അയാൾ ഒരു കെട്ടുകഥ അവതരിപ്പിക്കുകയാണ്. ആ കെട്ടുകഥയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിരവധി അബാക് മീഡിയ പോലുള്ള നിരവധി ചാനലുകളും അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ജനങ്ങൾക്കിഷ്ടമാണ്. 2 ലക്ഷം 3 ലക്ഷം വ്യൂവേഴ്സാണ് ഇതുപോലത്തെ വീഡിയോസിന് ജനങ്ങൾ കൊടുക്കുന്നത്. അവർക്ക് കാണാനാണ് താല്പര്യം. The text illustrates various incidences where Jacob or similar spiritual figures demonstrate phenomena that defy conventional logic or scientific explanation. ശാസ്ത്രീയമായിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള ഉത്തരങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റാത്ത പല സാധനങ്ങളും പല അനുഭവങ്ങളായിട്ട് തന്നെ ഇയാൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? സച്ച് ആസ് ടെലിപ്പത്തി, മൈൻഡ് റീഡിങ്, കൺട്രോളിങ് ബോഡിലി ഫങ്ഷൻസ് ലൈക്ക് ഹാർട്ട് റേറ്റ്, പൾസ് ത്രൂ, യോഗിക് ടെക്നിക്സ്, ഇതെല്ലാമാണ് ഇയാൾ അവകാശപ്പെടുന്നത്. പലർക്കും ഇങ്ങനെയുള്ള കഴിവുകളുണ്ടെന്നും ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർ ഇതുപോലത്തെ സാധനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചിട്ട് അവർ അപ്പാടെ പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ള അതിൻ്റെ പുറത്തൊരു തള്ളും. അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുവെന്ന് മാത്രമല്ല പറയുന്നത്, ശാസ്ത്രജ്ഞന്മാർക്കൊന്നും ഇതിനൊന്നും മറുപടി ഇല്ലെന്നും ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും എല്ലാം അപ്പാടെ പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു ഡിസ്ക്രെഡിറ്റിംഗ് ദി സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി, അതും കൂടി ഇയാൾ ഇതിലൂടെ സാധിച്ചെടുക്കുന്നുണ്ട്. അതായത് സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാത്ത പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ടെന്നും അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകുന്നുണ്ടെന്നും ഇയാൾ പറഞ്ഞു വെക്കുകയാണ്. These acts create an aura of divinity or exceptional wisdom, making people less likely to question or doubt him. ഇതാണ് ഇതിൻ്റെ 3ാമത്തെ ഘട്ടം. അതായത് കൂടുതൽ ഇങ്ങനെ ആൾക്കാർ കാണുന്നു. 2 ലക്ഷം പേര് കാണുന്നു, 1 ലക്ഷം പേര് കാണുന്നു. കൂടുതൽ അക്സെപ്റ്റൻസ് ഇയാൾക്കുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇയാൾ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടാകുന്നു. അപ്പോൾ കൂടുതൽ അക്സെപ്റ്റഡ് ആകുന്നവരെ ജനങ്ങൾ ചോദ്യം ചെയ്യാൻ സമ്മതിക്കും. അവർക്കൊരു മടിയുണ്ടാകും. അവർ ഇതുപോലുള്ള അന്ധവിശ്വാസ പ്രചാരകർക്ക് എതിരെ സംസാരിക്കാൻ ജനങ്ങൾ ധൈര്യപ്പെടുന്നില്ല. അപ്പം അവരെ പരിഹസിക്കപ്പെടും എന്നൊക്കെ ഉള്ളൊരു ഭയമുണ്ടാവും. എനിക്ക് സയൻസ് ഒന്നും അറിയില്ല, എനിക്കിതിനെപ്പറ്റി വിശദീകരിക്കാൻ കഴിയില്ല, യുക്തിവാദികൾ ചെയ്യുന്നത് പോലെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്നതല്ലേ നല്ലത്, വെറുതെ പോയി നമ്മൾ വടിയാവണ്ട, വെറുതെ പോയി നമ്മൾ നാണം കിടണ്ട എന്നുള്ളൊരു തോന്നലുണ്ട്. ഞാനപ്പോൾ അവിടെ പോയി കമൻറ്റ് ചെയ്താൽ പോലും നമുക്ക് ഒരുപാട് തെറിവിളി കേൾക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളത് കൊണ്ടാണ് ആരും അവിടെ കമൻറ്റ് പോലും ഇടാത്തത്. എനിക്കറിയാം, നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര്, നമ്മളെല്ലാം കേൾക്കുന്നവരും നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും അതുപോലുള്ള ഫ്രീ തിങ്കേഴ്സിനെയൊക്കെ ശ്രവിക്കുന്ന അനേകായിരം ആൾക്കാർ ഇതും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവരെന്തുകൊണ്ട് കമൻറ്റ് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ല. എന്നാൽ പിന്നെ അവരെന്താ കമൻറ്റ് ചെയ്യാത്തത്? അവർക്കറിയാം, അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറിവിളി കേൾക്കേണ്ടി വരും. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഈ തെറിവിളിയാണ്. നിങ്ങളാരും തെറിവിളിയെ ഭയക്കരുത്. നിങ്ങൾ ധൈര്യമായി അവിടെ പോയി കമൻറ്റ് ചെയ്യുക. അവന്മാർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ തന്തയ്ക്ക് വിളിക്കും എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. നിങ്ങൾ ചോദിക്കണം. അല്ലാതെ അവിടെ പോയി തെറി വിളിക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾ പോയി പറയണം, ഇതിലെന്താണ് തെളിവുള്ളത്, ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? നിങ്ങൾ ഈ ചാനൽ തന്നെ ചെയ്യുന്നത് ഒരു ദ്രോഹമല്ലേ? ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത് വീണ്ടും പടർത്തുകയല്ലേ? ഈ വിഷ്യസ് സൈക്കിൾ, നേരത്തെ നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ്. എങ്ങനെ ഈ വിഷ്യസ് സൈക്കിളിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും? ഈ വിഷ്യസ് സൈക്കിളിനെ ബ്രേക്ക് ചെയ്യുന്നത് ചോദ്യം ചോദിച്ചുകൊണ്ടാണ്.
വിരൽ ചൂണ്ടിക്കൊണ്ടാണ്. നിങ്ങൾക്ക് ഇത് ഇത് അസത്യമായിട്ട് നിങ്ങൾ കോമൺ സെൻസ് വെച്ച് പോലും ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി നിങ്ങൾ ചോദിക്കൂ. ഇത് ഇങ്ങനെയുള്ള ഈ തെറ്റായ ഈ അശാസ്ത്രീയമായ കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെന്ന് അവരോട് പോയി ചോദിക്കണം. നമ്മൾ ചാലഞ്ച് ചെയ്യുന്നു. നമ്മൾ എത്ര ചാലഞ്ചസ് ഇന്ന് അവൈലബിൾ. യുക്തിവാദി സംഘം തന്നെ 10 കോടിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇയാൾ പറയുന്ന എന്തെങ്കിലും കാര്യത്തിന് കേരളത്തിലുള്ള യുക്തിവാദി സംഘം നേരത്തെ കഴിഞ്ഞ തവണ വീഡിയോയിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഇയാൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും റീഇൻകാർണേഷൻ, ടെലികൈനസിസ്, ആത്മാവ്, അതായത് ഇതൊക്കെ ഡീബങ്ക് ചെയ്ത് തേച്ചൊട്ടിച്ച സാധനങ്ങൾ, എന്തിനെങ്കിലും തെളിവ് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ കേരള യുക്തിവാദി സംഘം 10 കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു മടങ്ങാം. ഇപ്പം നമ്മൾ ചവച്ചരച്ച് വയറ്റിലിറക്കിയ ഒരു വടയെ എങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യും? ഇമ്പോസിബിൾ. കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ കണ്ടുകൊണ്ട് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കാം. നമ്മൾ മൂത്രം ഒഴിച്ചാൽ മൂത്രമല്ലേ വരത്തുള്ളൂ, ചായ എങ്ങനെ വരും? കിഡ്നി ഹൗ ക്യാൻ ഇറ്റ് പ്രോസസ് ചായ? മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇത് ഒരു ശാസ്ത്രജ്ഞനോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നില്ലല്ലോ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാനത് വിശ്വസിക്കുന്നത്. നമ്മളെങ്ങനെയാണ് ഇത് അനലൈസ് ചെയ്യും? മൂത്രമൊഴിക്കുന്നതിൻ്റെ ശബ്ദം കേട്ടു, എന്നിട്ട് ചായ പുറത്തെടുത്തു. 2 ഗ്ലാസ് ഉണ്ടായിക്കൂടെ? അവിടെ വേറൊരു ഗ്ലാസ് ഉണ്ടാവില്ലേ? തൊടയിൽ ഒരു ഗ്ലാസ് വയ്ക്കാൻ കഴിയില്ലേ? എന്നിട്ട് എംറ്റി ഗ്ലാസ് എടുത്തു, ആ ചായ പുറത്തു കൊടുത്തു. ഇതെല്ലാം വിദ്യയാണ്. ഇതൊക്കെ പ്രാക്ടീസ് കൊണ്ട്. ഇതൊരു സ്ക്രിപ്റ്റഡ് സ്റ്റോറി ആവാനാണ് ഇങ്ങനെ മുമ്പിൽ കാണിച്ചത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കാശ് വേണമെന്ന് പറഞ്ഞു, അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ അലക്സാണ്ടർ ജേക്കബ് തരാമെന്ന് പറയുമ്പോൾ വേണ്ട, സ്വാമി തന്നെ തരണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കയ്യിൽ കാശില്ല, ഇത് തിരിച്ചു തരാന്ന് അങ്ങേര് പറയുന്നു. അതും ആൾക്കാരെ മുന്നിൽ ഐ മീൻ ഒരു സിമ്പിൾ ട്രിക്ക് കൊണ്ട് പോലും ഒരു പോലീസ് ഓഫീസറായി, ഇപ്പോഴയാൾ പോലീസ് ഓഫീസറാണ്, അതിന് ശേഷമെങ്കിലും അയാൾക്ക് ചിന്തിച്ചൂടെ ഇതൊരു ട്രിക്ക് ആയിക്കൂടെ, എന്നെ പറ്റിക്കുന്ന ആയിക്കൂടെ? ഏറ്റവും കൂടുതൽ ആൾക്കാർ പോലീസുകാരുടെ മുമ്പിലാണ് നുണ പറയുന്നത്. ആൾക്കാർ നുണ പറയുകയാണോ സത്യം പറയുന്നതാണോ എന്ന് തിരിച്ചറിയാനും അതിനെ പ്രോസസ്സ് ചെയ്യാനും വിശകലനം ചെയ്ത് അതിലുള്ള പഴുതുകളെല്ലാം മാറ്റി അതിലുള്ള ലൂപ്പ് ഹോൾസിനെയൊക്കെ എക്സ്പോസ് ചെയ്തിട്ട് അതിലുള്ള പോസിബിലിറ്റീസിനെ മനസ്സിലാക്കാനും മോസ്റ്റ് സിമ്പിൾ എക്സ്പ്ലനേഷൻ. ഒരു കൊലപാതകം നടന്നാൽ ആ കൊലപാതകം നടത്തിയത് ആരാണ്? ആത്മാവാണോ അല്ലെങ്കിൽ ആത്മാവാണ് വന്ന് പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തലച്ചോറിൽ ഒരു ബെല്ലടിക്കണം. മോസ്റ്റ് പ്രോബബിൾ ആൻസർ ഇസ് ദ ബട്ട്ലർ ഡിഡ് ഇറ്റ്, റൈറ്റ്? നമുക്ക് ശാസ്ത്രം ഫസലിന് അയച്ചു കൊടുക്കാൻ പോവാ. പുള്ളിയോട് എങ്ങനെ ചാനലിലൊന്ന് ഇത് റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഫസലിന് പിന്നെ വേറെ ഒരു പണിയും കാണുമല്ലോ. ഫസൽ ഇത് നമ്മൾ തന്നെ ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് തുടങ്ങിയിട്ട് ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ ഓരോ ചില സാധനങ്ങളൊക്കെ നമ്മൾ ഡീബങ്ക് ചെയ്യുന്നുള്ളത്. എല്ലാം ഒന്നും ഡീബങ്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇയാൾ പറയുന്ന കാര്യങ്ങളാണ്, മനസ്സിലായി? ഇയാൾ ആ രീതിയിൽ പഴുതുകൾ അടച്ചുകൊണ്ട് നുണ പറഞ്ഞാൽ നമുക്ക് ഡീബങ്ക് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഇയാൾ പറയുന്നതിന് ഇയാളാണ് ആദ്യം തെളിവ് വയ്ക്കേണ്ടത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ദ ബേർഡൻ ഓഫ് പ്രൂഫ് ഇസ് ഓൺ ദ ക്ലെയിമൻറ്റ്. ഹീ ഈസ് ദ ക്ലെയിമൻറ്റ്. ഇയാളാണ് ഇതൊക്കെ നടന്നു എന്ന് പറയുന്നത്. ഇതിനെന്താണ് തെളിവ്? ഒന്നുമില്ല. പണ്ട് നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോഴുള്ള ഏതെങ്കിലും ആത്മാവിനെ ഇയാൾ കാണിച്ചു തരണം. അപ്പം നമ്മൾ സ്കെപ്റ്റിക്കുകളും യുക്തിവാദി സംഘവും ബാക്കിയുള്ള നിരീശ്വരവാദികളും ഈ സംശയാലുക്കളും വിശ്വാസികളായ സംശയാലുക്കൾ കാണില്ലേ? എല്ലാ വിശ്വാസികളും 100% വിശ്വാസിയൊന്നുമല്ല ഇവിടെ. അവരും തന്നെ നോക്കൂലേ, എവൻ്റെ ദൈവമാണോ എൻ്റെ ദൈവമാണോ വലുത് എന്ന് കാണിക്കാൻ ആഗ്രഹമുള്ള കുറേ ദൈവവിശ്വാസികളും കാണത്തില്ലേ? ഇതേ വേറൊരു വീഡിയോ ഉണ്ട്. അമേരിക്കയിലെ ഒരു ശാസ്ത്രജ്ഞൻ, അയാളുടെ പേര് ചാൾസ് ബ്രോഡ്ല. അയാള് അവസാനം ദൈവം ഉണ്ടെന്ന് സമ്മതിച്ചതായിട്ടൊരു കഥ ഇയാള് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അമേരിക്കയിലുള്ള ഒരു ശാസ്ത്രജ്ഞൻ ബ്രെയിൻ ട്യൂമർ വന്ന് അവസാനം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നിന്നെ ഞാൻ സുഖപ്പെടുത്താം. അങ്ങനെ അവസാനം ഈ ചാൾസ് ബ്രോഡ്ലോ എന്ന് പറയുന്ന അമേരിക്കയിലെ ശാസ്ത്രജ്ഞൻ അവസാനം ദൈവം ഉണ്ട് എന്ന് സമ്മതിച്ചു. ഞാൻ ഉടനെ തന്നെ അത് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നോക്കി. ചാൾസ് ബ്രോഡ്ലോ എന്ന് പറഞ്ഞ പേര് തന്നെ ഉള്ള ഒരാള്
അമേരിക്കയിൽ പറയുന്നത് ഒരു സംഗീതജ്ഞനാണ്. പിന്നുള്ളത് ചാൾസ് ബ്രോഡ്ല, ബ്രിട്ടനിലെ നിരീശ്വരവാദിയായ പൊളിറ്റിക്കൽ ലീഡറാണ്. അയാളുടെ പേരെടുത്തിട്ട് അമേരിക്കയെ കൊണ്ടുപോയിട്ടിട്ടാണ് ഇയാൾ ഈ കഥ ഉണ്ടാക്കിയത്. ഓക്കെ, ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ ഒന്നിലധികം GPTസിനടുത്ത് ചോദിച്ചു. ഞാനിപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഞാൻ വായിക്കാം. അപ്പോൾ എല്ലാ അനാലിസിസും കൺക്ലൂഡ് ചെയ്യുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ ഒരാളൊരു കഥ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, വെറുതെ വന്ന് കഥ പറഞ്ഞ് പോവുകയല്ലേ, ഇത് കഥയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, അല്ലാത്തവരെ നിങ്ങൾ ഇത് തള്ളിക്കളയൂ എന്ന് പറയുന്നുണ്ടല്ലോ. നമുക്കിപ്പം യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മൾ ഇതിനെ വളരെ നിസ്സാരമായിട്ട് കാണുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണ്? The widespread acceptance of Alexander's claims and the unquestioning belief in his supernatural stories can have a significant detrimental effect on young Kerala society. വരും കേരള സമൂഹത്തെ, നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള മലയാളി സമൂഹത്തെ ഇത് വളരെ മോശമായിട്ട് തന്നെ ഇത് അഫക്റ്റ് ചെയ്യും. അത് വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ it fosters a culture of blind faith and superstition. അന്ധവിശ്വാസവും അനാചാരങ്ങളെയും അത് അംഗീകരിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. നമ്മുടെ തലച്ചോറിന് ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളെയും ഈ അസത്യങ്ങളെയും നമ്മൾ വിശ്വസിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് പല മറ്റു മേഖലകളിലും ഇത് സ്വാധീനിക്കും. അതായത് അൺക്വസ്റ്റ്യൻഡ് ഫെയ്ത്ത്, അൺക്വസ്റ്റ്യൻഡ് ഒബീഡിയൻസ്, അൺക്വസ്റ്റ്യൻഡ് ലോയൽറ്റി. ലോയൽറ്റിയും അതായത് അനുസരണ ഉള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. ഇതുപോലുള്ള ആൾക്കാരെ, ഈ അതോറിറ്റി ചമഞ്ഞ് വന്നിരുന്ന് IPS DGP ആയിട്ടിരുന്ന ഒരു വ്യക്തി വന്നിരുന്ന് ഇങ്ങനെയുള്ള നുണകൾ പറയുമ്പോഴത്തേക്കും അവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു ത്വര, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നിന്ന് ഇത് നിങ്ങൾ തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണുള്ളതെന്ന് പറയാനുള്ള ഈ ഒരു ത്വര നമ്മുടെ ചെറുപ്പക്കാരായ സമൂഹത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ആ കമൻറ്റുകൾ പരിശോധിച്ച് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ദിസ് ക്യാൻ റിസൾട്ട് ഇൻ നെഗ്ലക്റ്റിംഗ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ലൈക്ക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ റിഫോം. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ ഇത് കേട്ട് മറുപടി പറയാനും ചോദ്യം ചോദിക്കാനുമുള്ള ഒരു വ്യഗ്രത നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ നഷ്ടമാകുമ്പോൾ അവർ ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന പല മേഖലകളിലും അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള ആ ഒരു ബേസിക് കറേജ്, ആ ഒരു ധൈര്യം അവർക്ക് നഷ്ടമാകും. പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷണൽ പോളിസി, സോഷ്യൽ റിഫോം, ഇതുപോലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ സംഭവിക്കേണ്ട ഇടയിൽ, അങ്ങനെയുള്ള മേഖലകളിൽ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസം, നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന, സൊസൈറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടാൻ ജനങ്ങൾ തയ്യാറായി വരില്ല. അവർ ഭയന്ന് മാറി നിൽക്കും. അവരുടെ ധൈര്യം നിങ്ങൾ ചോർത്തിക്കളയുന്നു. കാര്യം അതോറിറ്റിയുള്ള ആൾക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നു. അവർ പഠിക്കുന്ന സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിക്കുന്ന വിഷയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇയാൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സൊസൈറ്റൽ ഡാമേജ്. സോഷ്യൽ അവയർനെസ് കൊണ്ടുവരേണ്ട സംഗതികളാണ് ഇതെല്ലാം. നമ്മുടെ സൊസൈറ്റിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ മണ്ടത്തരങ്ങൾ പറയുന്നവരെ നമ്മൾ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മണ്ടത്തരമാണെന്നുള്ളത് ആദ്യം വിളിച്ചു പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. അല്ലാതെ ഇതിനെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞോട്ടെ, നമുക്കെന്ത് ദോഷം, നമ്മളെന്തിനിതിൽ ഇടപെടണം, വി ആർ ഹാപ്പി, നമ്മളിതിൽ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം വിരൽ ചൂണ്ടാനാണ് നമ്മൾ അവരെ പ്രേരിപ്പിക്കേണ്ടത്.